ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ മോഡൽ കോമ്പാറ്റിലേക്ക് തിരിച്ചു വന്നേക്കുവാണ്. ഞാൻ ഇന്ന് മോഡൽ കോമ്പാറ്റ് 1-ത്തെ ഫസ്റ്റ് എവർ ഓൺലൈൻ മാച്ച് കളിക്കാനായിട്ട് പോവുകയാണ്. അപ്പം നിങ്ങൾക്കിവിടെ കാണാം, ഞാനിപ്പം ഓൾറെഡി നമ്മൾ ഹോം സ്ക്രീനിൽ പോയാൽ മോഡൽ കോമ്പാറ്റ് ഇവിടെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ താഴ്വശത്തായിട്ട് കാണാം 94 അവേഴ്സ്. അതായത് ഞാൻ ഓൾമോസ്റ്റ് 94 അവേഴ്സ് മോഡൽ കോമ്പാറ്റ് 1 കളിച്ചു. അതിലത്തെ തന്നെ ഒരു 94 ഒരു 90 അല്ലെങ്കിൽ ഒരു 85 അവേഴ്സും പ്രാക്ടീസ് ആയിരുന്നു ഞാൻ ചെയ്തത്. അപ്പോൾ ഞാൻ 2 ക്യാരക്ടേഴ്സിനെയാണ്, നമുക്ക് ക്യാരക്ടർ റോസ്റ്ററിൽ ഏകദേശം ഒരു 20-something ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിലത്തെ 2 ക്യാരക്ടേഴ്സിനെയാണ് ഞാനിപ്പോൾ മെയിൻ ചെയ്തേക്കുന്നത്. ലൂക്കാങ്ങും കെൻഷിയുമായിരുന്നു. അപ്പം ഇപ്പോൾ ഒരു ചെറിയ പ്രശ്നം എനിക്ക് എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ, ലൂക്കാങ്ങിനെ ആദ്യമേ ഞാൻ പ്രാക്ടീസ് ചെയ്ത് ഏകദേശം എനിക്ക് ക്യാരക്ടർ വശമായി. പക്ഷേ അതിന് ശേഷമാണ് ഞാൻ കെൻഷിനെ പ്രാക്ടീസ് ചെയ്തത്. അപ്പം കെൻഷിനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ലൂക്കാങ്ങിൻ്റെ ഏകദേശം സംഭവങ്ങളൊക്കെ മറന്നുപോയി ഏകദേശം. അപ്പം ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ, ഓൺലൈനിൽ നമുക്ക് ഒന്നെങ്കിൽ ബെസ്റ്റ് ഓഫ് 3 ആണുള്ളത്, ബെസ്റ്റ് ഓഫ് 3 അല്ലെങ്കിൽ ബെസ്റ്റ് ഓഫ് 5. അപ്പോൾ ബെസ്റ്റ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ 3 ഗെയിം ഉണ്ടാവും. അതിലത്തെ ആദ്യത്തെ 2 ജയിച്ചാൽ നമ്മൾ ജേതാവ്. ആദ്യമായിട്ട് ആര് 2 കളി ജയിക്കുന്നോ, 2 റൗണ്ട് ജയിക്കുന്നോ അവർ ജയിക്കും. ഇനി ബെസ്റ്റ് ഓഫ് 5 ആണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് 3 റൗണ്ട് ആര് ജയിക്കുമോ അവർ ജയിക്കും. അപ്പോൾ ഇത് ബെസ്റ്റ് ഓഫ് 3 ആണോ ബെസ്റ്റ് ഓഫ് 5 ആണോ ഓൺലൈനിൽ നിന്ന് എനിക്കറിയില്ല. മോഡൽ കോമ്പാറ്റ് 11-ൽ ബെസ്റ്റ് ഓഫ് 3 ആയിരുന്നു. അതായത് ആദ്യമേ 2 റൗണ്ട് ആര് ജയിക്കുമോ അവർ ജയിക്കും. ഇതിപ്പോൾ ബെസ്റ്റ് ഓഫ് 5 ആണെന്ന് ചില ഓൺലൈൻ വീഡിയോയിൽ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ എടുത്ത് നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനിപ്പം ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ, ഞാൻ ഏതായാലും റൗണ്ട് 1 ലൂക്കാങ്ങിനെ വെച്ചിട്ട് കളിക്കും. ലൂക്കാങ്ങിനെ വെച്ചിട്ട് ഏകദേശം ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ റൗണ്ട് 2 ലൂക്കാങ്ങിനെ തന്നെ ഇറക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ കെൻഷിയാണ് എനിക്ക് കുറച്ചുകൂടെ എളുപ്പം. കാരണം കുറച്ചുകൂടെ മൂവ്ലിസ്റ്റൊക്കെ ഓർമ്മയുള്ളത് എനിക്കിപ്പോൾ കെൻഷിയുടെയാണ്. അപ്പം നമുക്കറിയത്തില്ല, ഓരോ ഓപ്പോണൻസ് അനുസരിച്ച് നമുക്ക് മാറി മറിഞ്ഞിരിക്കും. ഏതായാലും ലൂക്കാങ്ങും കെൻഷിയാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്ന 2 ക്യാരക്ടേഴ്സ്. അപ്പോൾ ലൂക്കാങ്ങിൻ്റെ കുറച്ചൊരു ഗെയിം പ്ലാൻ എന്ന് പറഞ്ഞാൽ, ഒരു മൂവ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും എൻ്റെ ബ്രെഡ് ആൻഡ് ബട്ടർ കോംബോ എന്ന് പറയുന്നത്. അത് ഇവിടെ നിങ്ങൾക്ക് മൂവ് ലിസ്റ്റിൽ കാണാൻ പറ്റും. ബേസിക് അറ്റാക്സിൽ എവിടെ ഈ ഒരു അറ്റാക്ക് ടെയിൽ വിപ്പ് എന്ന് പറഞ്ഞൊരു അറ്റാക്കുണ്ട്. ബാക്ക് 2-3 എന്നാണ് ഈ ഒരു അറ്റാക്ക്. അതായത് അറ്റാക്ക് ഇതാണ്, ബാക്ക് 2-3 ഇതാണ് ആ അറ്റാക്ക്. ഇതെന്ന് പറഞ്ഞ ഒരു ലോഞ്ചർ അറ്റാക്കാണ്. അപ്പം ഇതിലെനിക്ക് ഒപ്പോണിന് ഒരു കോംബോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത് കണ്ടോ, ലോഞ്ച് ചെയ്യുന്നു. ഇതായിരിക്കും എൻ്റെ ഒരു ബേസിക് ബ്രെഡ് ആൻഡ് ബട്ടർ കോംബോ എന്ന് പറയുന്നത്. ഇതായിരിക്കും 353 ആയിരിക്കും എൻ്റെ ഒരു ബേസിക് ബ്രെഡ് ആൻഡ് ബട്ടർ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, മുകളിലത്തെ ഹെൽത്ത് ബാർ എന്ന് പറഞ്ഞാൽ 1000 ആയിരിക്കും ടോട്ടൽ. 1000-ൽ 300-ൻ്റെ ഒരു കോംബോ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ, അങ്ങനത്തെ ഏകദേശം 3 കോംബോ ഉണ്ടെങ്കിൽ നമ്മൾ ഏകദേശം റൗണ്ട് ജയിച്ചു എന്നാണ് അർത്ഥം. അപ്പോൾ ഇങ്ങനത്തെ ഒരു 3 കോംബോ ഒരു ഗെയിമിൽ ഒരു റൗണ്ടിൽ കംപ്ലീറ്റ് ആക്കാനാണ് ഞാൻ മാക്സിമം നോക്കുന്നത്. ഇത് 1 അവിടെ 300. ഓക്കെ, 300 ഓർ എബോവ് കോംബോ. അപ്പം ഞാൻ ഈ ടെയിൽ വിപ്പിൻ്റെ ഒപ്പം ഡ്രാഗൺ സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു മൂവ് ഉണ്ട്. അത് ഇതാണ് ഡ്രാഗൺ സ്റ്റൈൽ. അപ്പോൾ ടെയിൽ വിപ്പ് 2 പ്ലസ് ഒരു ഡ്രാഗൺ സ്റ്റൈൽ ആയിരിക്കും ഞാൻ നോക്കുന്നത് കൂടുതലും. അവിടെ എനിക്ക് മിസ്സായിപ്പോയി. അത് ഒന്നുകൂടെ നോക്കട്ടെ. ഇത് ടെയിൽ വിപ്പ് 2 പ്രാവശ്യം. അതിൻ്റെ കൂടെ വേണ്ട ഈ ഒരു അറ്റാക്ക് ഞാൻ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഹോൾഡിംഗ് ബാക്ക്, ടെയിൽ വിപ്പ്, ഹോൾഡിംഗ് ബാക്ക്, ഡ്രാഗൺസ് ബ്രെത്ത്, അങ്ങനെ 3 അറ്റാക്ക് ആയിരിക്കും. ഇത് ടെയിൽ വിപ്പ് 1, ടെയിൽ വിപ്പ് 2. കണ്ടോ, 387 ആയിട്ടായിരിക്കും ഞാൻ ട്രൈ ചെയ്യുന്നത്. ഓക്കെ, ഹോൾഡിംഗ് ബാക്ക്. ഓക്കെ, ഞാനിവിടെ കാണിച്ചു തരാം. ടെയിൽ വിപ്പ് 1-ാമത്തേത്, ഹോൾഡിംഗ് ബാക്ക് 2-ാമത്തേത്, പിന്നെ സ്പെഷ്യൽ മൂവിലാണ് വരുന്നത് ഡ്രാഗൺസ് ബ്രെത്ത്, ഡ്രാഗൺ സ്റ്റൈലാണ്, ഡ്രാഗൺ സ്റ്റൈലും. ആദ്യമേ എൻഹാൻസ്ഡ് ഡ്രാഗൺ സ്റ്റൈലിൽ വിടും, അത് കഴിഞ്ഞ് ഡ്രാഗൺ സ്റ്റൈലും. അപ്പോൾ 4 മൂവിൻ്റെ ഒരു കോംബോ ആണ് നമുക്ക് 383 തരുന്നത്. നോക്കണം, ടെയിൽ വിപ്പ് 2 പ്രാവശ്യം ചെയ്യും, പിന്നെ ഹോൾഡിംഗ് ബാക്ക്, പിന്നെ എൻഹാൻസ്ഡ് ഡ്രാഗൺ ടെയിൽ വിപ്പ് ഇതാണ്, പിന്നെ ഹോൾഡിംഗ് ബാക്ക് ഇതാണ്, എൻഹാൻസ്ഡ് ഡ്രാഗൺ ടെയിൽ ഇതാണ്, നീല ഡ്രാഗൺ ടെയിൽ, ഡ്രാഗൺ സ്റ്റൈൽ ഓറഞ്ച് ഡ്രാഗൺ ടെയിൽ. കേട്ടോ ഇങ്ങനെ. അപ്പോൾ എൻഹാൻസ്ഡിന് അവിടെ എഴുതി കാണിച്ചില്ല. ഓക്കെ, അപ്പോൾ 2 പ്രാവശ്യം ടെയിൽ വിപ്പ്, ഒരു ഹോൾഡിംഗ് ബാക്ക്, ഒരു എൻഹാൻസ്ഡ് ഡ്രാഗൺ ടെയിൽ, ഒരു ഡ്രാഗൺ ടെയിൽ. അതായിരിക്കും എൻ്റെ ബ്രെഡ് ആൻഡ് ബട്ടർ കോംബോ എന്ന് പറയുന്നത്. ഇത് അവിടെ ഡ്രാഗൺ സ്റ്റൈൽ 2 കണക്റ്റ് ആയില്ല. 1, 2. ഡ്രാഗൺ സ്റ്റൈൽ വീണ്ടും കണക്റ്റ് ആയില്ല. ഒന്നുകൂടെ നോക്കട്ടെ. ഹോൾഡിംഗ് ബാക്ക് അവിടെ കണക്റ്റ് ആയില്ല. ടെയിൽ വിപ്പ് 2 പ്രാവശ്യം, 1, 2. കണ്ടോ, അവസാനത്തെ ഡ്രാഗൺ ടെയിൽ കണക്റ്റ് ആയില്ല. എന്നാലും 300 ഓർ എബോവ് ആ ഒരു ബ്രെഡ് ആൻഡ് ബട്ടർ കോംബോയിൽ നമുക്ക് കിട്ടുവാണെങ്കിൽ അത് നല്ലതായിരിക്കും. അങ്ങനെ 3 പ്രാവശ്യം റൗണ്ടിൽ ചെയ്യാനായിട്ടായിരിക്കും ഞാൻ ശ്രമിക്കുന്നത് ബേസിക്കലി. അതാണ് എൻ്റെ ഗെയിം പ്ലാൻ.
പിന്നെ അതിൻ്റെ ഒപ്പം നമുക്ക് കോർണറിലുണ്ടെങ്കിൽ ഓക്കെ, ഞാനിപ്പം കോർണറിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ഇടി ഇടിക്കുവാണ്. ഒപ്പോണൻ്റ് കോർണറിൽ അയ്യോ സോറി, ഓ ഈ മൂവ് ലിസ്റ്റ് എങ്ങനെ ഇത് സ്ക്രീനിൽ നിന്ന് കളയാന്നുള്ളത് ഞാൻ മറന്നുപോയല്ലോ. അത് നോക്കട്ടെ. ഞാൻ മറന്നുപോയി. ഓക്കെ, ടെയിൽ വിപ്പ് 1, ടെയിൽ വിപ്പ് 2, ഹോൾഡിംഗ് ബാക്ക്, പിന്നെ ഡ്രാഗൺ ടെയിൽ ഇപ്പോൾ കണക്റ്റ് ആവുന്നില്ല, പക്ഷേ ഓൺലൈനിൽ ഞാൻ കണക്റ്റ് ആക്കാനായിരിക്കും മാക്സിമം നോക്കുന്നത്. പിന്നെ വേറെ സംഭവം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒപ്പോണൻറ്റിനെ മാക്സിമം കോർണറിൽ കൊണ്ടുപോകാൻ നോക്കും. കോർണറിൽ കൊണ്ടുപോയാൽ ഈ ഒരു കോംബോ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. നോക്കിയോ, ഒരു 400 ആൻഡ് എബോവ് കോംബോയിലേക്ക് ഞാൻ പുഷ് ചെയ്യും. നോക്കിയോ, ഇങ്ങനെ 1 കണ്ടോ, 353 അന്നേരം കിട്ടി. ഒന്നുകൂടെ ട്രൈ ചെയ്യാം. അത് കണക്റ്റ് ആയില്ല. എനിക്ക് ഡ്രാഗൺ ടെയിൽ കണക്റ്റ് ആക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നു. ഒന്നുകൂടെ നോക്കട്ടെ. ഡ്രാഗൺ ടെയിൽ കണക്റ്റ് ആവുന്നില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. അവിടെ കണക്റ്റായി. കണ്ടോ, 446 കോർണറിൽ കൊണ്ടുപോയാൽ 446 നമുക്ക് കിട്ടും. അപ്പം ഈ ഒരു ബ്രെഡ് ആൻഡ് ബട്ടർ കോംബോ ആയിരിക്കും ഞാൻ ട്രൈ ചെയ്യുന്നത്. മാക്സിമം ഒരു 300 3 പ്രാവശ്യം 300+ എബോവ് ഡാമേജ് നോക്കും. പിന്നെ കോർണറിൽ 400+ ഡാമേജ് ട്രൈ ചെയ്യും. പിന്നെ മെയിനായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ഒപ്പോണനെ സോൺ ചെയ്യും. സോൺ ചെയ്യുന്നത് ഞാൻ പറഞ്ഞിരുന്നു. മാക്സിമം ഒപ്പോണന് ഒരു ഡിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് പ്രൊജക്ടൈൽസ് വെച്ചിട്ട് സ്പേസ് കൺട്രോൾ ചെയ്യുന്നത്. അതാണ് സോണിങ് സംഭവം. സോണിങ് ഒന്ന്, ഇതൊരു മിഡ് അറ്റാക്ക് ഉണ്ട്, സോറി അതൊരു ഹൈ അറ്റാക്ക് ആയിരുന്നു, ഇതൊരു ലോ അറ്റാക്കും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ലോ അറ്റാക്കിൻ്റെ സ്റ്റാർട്ടപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ലെഫ്റ്റ് സൈഡിൽ താഴെ 23. ഇതിന് സ്റ്റാർട്ടപ്പ് കൂടുതലാണ്. ഇതിന് സ്റ്റാർട്ടപ്പ് കമ്പാരിറ്റീവ്ലി കുറവാണ്, പക്ഷേ അത് കൂടുതലാണ്, 18 എന്ന് പറയുന്നത്. പിന്നെ ഞാനിപ്പോൾ ടെയിൽ വിപ്പിനുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ 10 സ്റ്റാർട്ടപ്പ്. അപ്പോൾ ഒപ്പോണൻ്റ് അതിലും 10ലും സ്റ്റാർട്ടപ്പ് കൂടുതൽ ഫ്രെയിം റേറ്റ് ഉള്ള ഒരു അറ്റാക്കുമായിട്ട് ഒപ്പോണൻ്റ് വന്നാൽ ഒപ്പോണൻ്റ് നമ്മളെ തിരിച്ചടിക്കാൻ പറ്റും. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് ഞാൻ ബേസിക്കലി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ സ്റ്റാർട്ടപ്പ് ഇത് 10 ഉണ്ട്. അപ്പോൾ ഒപ്പോണൻ്റ് 10ൽ കുറഞ്ഞൊരു സ്റ്റാർട്ടപ്പ് ഉണ്ടെങ്കിൽ ഒപ്പോണൻ്റ് നമ്മളെ ബ്രേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്തെന്ന് പറഞ്ഞാൽ, ഒപ്പോണൻ്റ് എന്തെങ്കിലും ഒരു ഇടി വെച്ച് ഞാൻ ഇടിക്കും, എന്നിട്ട് ഞാൻ ബാക്ക് ഡാഷ് ചെയ്യും. അപ്പോൾ ബാക്ക് ഡാഷ് ചെയ്യുന്ന സമയത്ത് ഒപ്പോണൻ്റ് ഏതെങ്കിലും ഒരു ഇടിയായിട്ട് വരുവാണെങ്കിൽ ഒപ്പോണൻ്റ് ആ ഒരു ഇടി വിഫ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മളെ കൊള്ളാതിരിക്കും. പെട്ടെന്ന് ഇങ്ങനെ പുറകിലോട്ട് ഒഴിഞ്ഞ് മാറിയിട്ട് ഞാൻ ഇങ്ങനെ ഈ ഒരു ടെയിൽ വിപ്പ് മൂവ് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഒപ്പോണനെ നമ്മൾ എന്താ പറയുന്നത്, ഒരുമാതിരി ബെയ്റ്റ് ചെയ്യുന്നത് പോലെ. ഓക്കെ, അതായിരിക്കും ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു മൂവ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് മൂവ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹൈ അറ്റാക്കാണ്. 6 ഉള്ളൂ സ്റ്റാർട്ടപ്പ്. പക്ഷേ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിന് റേഞ്ച് കുറവാണ്. എന്ന് നോക്കിയാൽ റേഞ്ച് ഇല്ല. അപ്പോൾ ആ ഒരു പ്രശ്നം മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഡൗൺ 1ഉം ഡൗൺ 3ഉം ഞെക്കും. ഇത് വേണ്ട, സ്റ്റാർട്ടപ്പ് വളരെ കുറവാണ്, 7 ഉള്ളൂ, 8 ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ 2 അറ്റാക്ക് വെച്ചിട്ട് ഒപ്പോണനെ മാക്സിമം ബ്രേക്ക് ചെയ്യാനായിട്ട് നോക്കും. അപ്പോൾ ഇത് ഡൗൺ 3 ഒരുവിധം നമുക്ക് സ്പേസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു മൂവാണ് ഇത്. കണ്ടോ, ഇത്രയും സ്പേസ് കൺട്രോൾ ചെയ്യുക. അതേസമയം നമ്മുടെ ഫാസ്റ്റസ്റ്റ് മൂവിന് സ്പേസ് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ വേറെ ചെയ്യാൻ പോകുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു അറ്റാക്ക് ആയിരിക്കും. ഈ അറ്റാക്കിൻ്റെ പേര് ഇവിടെ നോക്കിയാൽ കാണാം, ഷാവലിൻസ് സ്റ്റട്ടർ. ഈ ഒരു അറ്റാക്ക് ഞാൻ ചെയ്യും. ഇതൊരു മിക്സാണ്, അതായത് ഹൈ അറ്റാക്കും ലോ അറ്റാക്കും. അപ്പോൾ ഇത് പക്ഷേ കോർണറിലാണെങ്കിൽ നമുക്ക് മാക്സിമം ഡാമേജ് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റത്തുള്ളൂ. കോർണറിലല്ലെന്നുണ്ടെങ്കിൽ ഇതേണ്ട ഇതുപോലെ 153 നമ്മൾ ബ്ലോക്ക് ചെയ്യേണ്ടി വരും. അതേസമയം കോർണറിലാണ് നമുക്ക് ആ കോംബോ ബിൽഡ് ചെയ്ത് പോകാം. ഓക്കെ, പിന്നെ വേറെ സംഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ഒരു ഡൗൺ അറ്റാക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത് സ്റ്റാർട്ടപ്പ് 7 ഉള്ളൂ, ഇത് സ്റ്റാർട്ടപ്പ് 8 ഉള്ളൂ. അപ്പം സ്പേസും കൺട്രോൾ ചെയ്യാം, ഒരുവിധം ഒപ്പോണൻ്റെ കോംബോ ഒക്കെ ബ്രേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനൊരു നമ്മുടെ സാധാരണ ഒരു ഗ്രാപ്പിൾ മൂവ് എന്ന് പറഞ്ഞാൽ ഇതാണ്. കണ്ടോ, ഡാമേജ് ശ്രദ്ധിച്ചോ, 110 ആണ് അതിൻ്റെ ഒരു ഡാമേജ് എന്ന് പറയുന്നത് ഇത്. അപ്പോൾ ഇവിടെ നമ്മുടെ ക്യാമിയോ ലൂക്കാങ് ഉണ്ട്. അപ്പോൾ ലൂക്കാങ്ങിനെ ഞാൻ കൊണ്ടുവരുവാണ്. അതായത് ലൂക്കാങ്ങിനെ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഇത് കണ്ടോ, ട്രാൻസ്പോർട്ടേഷൻ അല്ല, ടെലിപ്പോർട്ട് ചെയ്യാനായിട്ട്. കണ്ടോ, അപ്പോൾ ഞാൻ ഈ മൂവും കൂടെ കമ്പൈൻ ചെയ്യും. ഇത് പൊതുവേ പ്രോസ് എല്ലാവരും യൂസ് ചെയ്യുന്നൊരു മൂവാണ്. അപ്പോൾ ഞാൻ ഇത് ചെയ്ത് ഉടനെ തിരിയുമ്പോൾ തന്നെ ഞാൻ ട്രാൻസ്പോർട്ട് ചെയ്യണം, എന്നാൽ എനിക്ക് ആ കോംബോ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല എന്ന് നോക്കിയോ, കറക്റ്റ് കണ്ടോ, അങ്ങനെ ആ കോംബോ പക്ഷേ മാക്സിമം 202 എങ്ങാണ്ട് കിട്ടത്തുള്ളൂ. അപ്പം മാക്സിമം ലൂക്കാങ്ങിനെ ഇവിടെ കണക്ട് ചെയ്യാൻ നോക്കും. കണ്ടോ, 196 202 വരെ മാക്സിമം അത് പോകത്തുള്ളൂ ഡാമേജ്. അപ്പോൾ അത് ഞാനൊന്ന് നോക്കുന്ന സംഭവമാണ്. പിന്നെ വേറെ സംഭവം, ലൂക്കാങ്ങിൻ്റെ വേറൊരു മൂവ് ഉണ്ട്, ഒരു ഹാറ്റ് ടോസ് മൂവ് ഉണ്ട്.
അപ്പം ഇവിടെ ഹാറ്റ് പോകുന്നത് എനിക്ക് ഒരു ബട്ടൺ ഞെക്കിയിട്ട് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഡിലേ ചെയ്യണമെങ്കിൽ ഡിലേ ചെയ്യാം. ഡിലേ ചെയ്യേണ്ടതുണ്ടെങ്കിൽ എനിക്ക് നേരെ ഡയറക്റ്റ് ഇങ്ങനെ വിടാം. ഡിലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ബട്ടൺ ഞെക്കി പിടിച്ചാൽ മതി, ഡിലേ ചെയ്യാം. അപ്പോൾ അതൊരു ലോ അറ്റാക്കാണ്. അതിൻ്റെ കൂടെ ഇവൻ്റെ സാധാരണ ഈ ഒരു ഹരി അറ്റാക്കും കൂടെ നമുക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു കോമ്പിനേഷനും കൂടെ കണ്ടോ. ഒരുമിച്ച് വിടുമ്പം ഒപ്പോൺ ഏതെങ്കിലും ഒരെണ്ണേ ബ്ലോക്ക് ചെയ്യാൻ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത്രയായിരിക്കും മാക്സിമം ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു സംഭവം കൂടെ ഞാൻ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ നമുക്ക് എയറിൽ നിന്നുകൊണ്ട് ഈ ഒരു അതിൻ്റെ പേരെന്താണ്, കോസ്മിക് ഫ്ലെയിംസ് എന്ന് പറയുന്ന സംഭവം, എയറിൽ നിന്നുകൊണ്ട് കണ്ടോ ഇങ്ങനെ ഒരു അറ്റാക്കും കൂടെ. അപ്പോൾ നമുക്ക് ഒപ്പോണിനെ സോൺ ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതായത് ഒപ്പോണിൻ്റെ അടുത്ത് വരാതെ മാക്സിമം നോക്കാം. പിന്നെ വേറൊരു ഒരു അറ്റാക്ക് ഞാൻ ഇടാൻ പോകുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. എറ്റേണൽ പവർ എന്ന് പറഞ്ഞൊരു അറ്റാക്കായിരിക്കും. അതെന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഈ അറ്റാക്കിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ലുക്കാൻ കുറച്ച് ഫ്രണ്ടിലോട്ട് കയറുന്നുണ്ട്. അതായത് നമുക്ക് കുറച്ച് റേഞ്ച് ഉള്ള ഒരു അറ്റാക്കാണ് ഇത്. കണ്ടോ ഇവിടെ നിന്നുകൊണ്ട് എനിക്ക് ഡയറക്റ്റ്. അപ്പോൾ ഇതിനും ഞാൻ ഒപ്പോണിനെ ബെയിറ്റ് ചെയ്യും. പുറകിലോട്ട് ബാക്ക് ഡാഷ് ചെയ്തുകൊണ്ട്. അപ്പോൾ നമ്മുടെ സ്പേസിങ് ഞാൻ കുറച്ച് കൺട്രോൾ ചെയ്യും. ബാക്ക് ഡാഷ്, ഫോർവേഡ് ഡാഷ് അങ്ങനെ ചെയ്തുകൊണ്ട്. അപ്പോൾ ബാക്ക് ഡാഷും ഫോർവേഡ് ഡാഷും ചെയ്യാൻ ഇച്ചിരി പാടാണ് റിയൽ ടൈം. പക്ഷേ മാക്സിമം ഞാൻ ട്രൈ ചെയ്യും. അപ്പോൾ ഞാൻ ഇങ്ങനെ മാക്സിമം ഇങ്ങനെ സോൺ ചെയ്ത് നിൽക്കും. എന്നിട്ട് ഒപ്പോണിൻ്റെ അടുത്തേക്ക് വരുമെന്ന് കണ്ടാൽ ഞാൻ നേരെ ഇത് ചെയ്യും. എന്തായിരുന്നു അതിൻ്റെ പേര്? എറ്റേണൽ പവർ എന്നുള്ള അറ്റാക്ക്. ഇതാണ് എറ്റേണൽ പവർ മൊത്തം. അപ്പോൾ അത് നമുക്ക് സ്റ്റാഗർ ചെയ്യാന്ന് പറഞ്ഞാൽ ലാസ്റ്റത്തെ ഐ ഞാൻ ഒഴിവാക്കും. ഒപ്പോണിൻ്റെ ബ്ലോക്ക് ചെയ്തിരിക്കുകയായിരിക്കും ലാസ്റ്റത്തെ ഇടിയും കൂടെ പ്രതീക്ഷിച്ചിട്ട്. അപ്പോൾ ഞാൻ ലാസ്റ്റത്തെ ഇടി ക്യാൻസൽ ചെയ്തിട്ട് ഒപ്പോണിനെ വേണേൽ ഗ്രാബ് ചെയ്യാം. അങ്ങനെ ഓക്കെ. ഇനി ഒരു സംഭവം കൂടെ ഞാൻ നോക്കട്ടെ. അതായത് നമ്മുടെ ത്രോ ബ്രേക്ക് ചെയ്യാനായിട്ടൊരു ബട്ടൺ ഉണ്ടായിരുന്നു. ആ ബട്ടൺ ഇപ്പോൾ എനിക്കിവിടെ കാണുന്നില്ല. ഓക്കെ, അത്രയാണ്. പിന്നെ ഫിനിഷേഴ്സ് ഉണ്ട്. ഫെറ്റാലിറ്റി ചെയ്യാം. അതായത് ബാക്ക് ഫോർവേഡ് ഡൗൺ ഫോർവേഡ് ബാക്ക് 4 ആണ്. അത് ക്ലോസ് ആയിട്ട് നിന്നുകൊണ്ടാണ്. അതപ്പം DFBO ഉണ്ട്. പിന്നെ ബ്രൂട്ടാലിറ്റീസ് ഉണ്ട്. ബ്രൂട്ടാലിറ്റീസ് എനിക്ക് ഓർമ്മയുണ്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഞാൻ കാണിച്ചു തരാം. ക്യാമിയോ ഫെറ്റാലിറ്റി ഉണ്ട്. മിഡിൽ നിന്നുകൊണ്ട് FBF R1 ഉണ്ട്. ഓക്കെ, ക്യാമിയോ ബ്രൂട്ടാലിറ്റി എനിക്ക് ഓർമ്മയുണ്ട്. ഓക്കെ, പിന്നെ ഈ ഒരു അറ്റാക്ക് ഉണ്ട്. ഇത് ഭയങ്കരമായിട്ട് അൺസേഫ് ആണ്. ഒപ്പോണൻറ്റ് ബ്ലോക്ക് ചെയ്താൽ ഭയങ്കര അൺസേഫ് അറ്റാക്കാണ് ഇത്. ഒപ്പോണൻറ്റിന് നമ്മളെ പണിഷ് ചെയ്യാൻ പറ്റും ഈ ഒരു അറ്റാക്ക്. അതുകൊണ്ട് ആ അറ്റാക്ക് മാക്സിമം കുറച്ചേ ഞാൻ യൂസ് ചെയ്യാൻ നോക്കത്തുള്ളൂ. പക്ഷേ ഇൻ കേസ് അത് എവിടെയെങ്കിലും ഗെയിം പ്ലേ വരുവാണെങ്കിൽ അത് അറിയാതെ വല്ല കീ ഇൻപുട്ടിൽ വന്നതാണെന്ന് നിങ്ങൾ ഓർത്തോണം. ഓക്കെ, ബേസിക്കലി അപ്പം പറഞ്ഞത് ഈ ഒരു ബ്രെഡ് ആൻഡ് ബട്ടർ കോംബോ ഞാൻ പറഞ്ഞു. 300+ ഡാമേജ് ഉള്ള ഒരു കോംബോ. ആ കോംബോയ്ക്ക് ട്രൈ ചെയ്യും. പിന്നെ ഒപ്പോണിനെ മാക്സിമം കോർണറിൽ കൊണ്ടുപോയിട്ട് 400+ കോംബോയ്ക്ക് ശ്രമിക്കും. പിന്നെ ഡൗൺ 3ഉം ഡൗൺ 1ഉം ഈ രണ്ടെണ്ണം മാക്സിമം നോക്കും. പിന്നെ ഇതൊരെണ്ണം ആ ഒരു ഇടി നോക്കും. അതിൻ്റെ പേരെന്തായിരുന്നു? എറ്റേണൽ പവർ. ആ ഒരു ഇടി നോക്കും. ഇതാണ് എറ്റേണൽ പവർ. അത് നോക്കും. പിന്നെ എന്തോ ഒരു ഫ്ലട്ടർ എന്നും പറഞ്ഞൊരെണ്ണമുണ്ടായിരുന്നല്ലോ. ഷാവലിൻ സ്റ്റട്ടർ. അതാണ് ഷാവലിൻ സ്റ്റട്ടർ. ഇത് ഒരു മിക്സ് വരുന്ന കോംബോ. ഓക്കെ, ഇത് കോർണറിലാണല്ലോ മാക്സിമം ഡാമേജ് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഗ്രാബ് ചെയ്യുന്നു. ഗ്രാബ് ചെയ്ത് ഇവനെ തിരിക്കുമ്പോൾ തന്നെ അത് ഈ പറഞ്ഞ പോലെ പിന്നെ ഇത് ടൈമിംഗ് കിട്ടാൻ വളരെ പാടാണ്. അപ്പം ഓൺലൈൻ നമ്മൾ കളിക്കുമ്പോഴത്തേക്കും ടൈമിംഗ് കറക്റ്റ് കിട്ടത്തില്ല. അപ്പോൾ ഓപ്പോണൻറ്റ് നമ്മളെ പണിഷ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ മാക്സിമം നോക്കാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് റൗണ്ടിൽ ലൂക്കാങ്ങിനെ വെച്ചിട്ടായിരിക്കും. സെക്കൻഡ് റൗണ്ട് നമുക്ക് കെൻഷിനെ ഇറക്കാം. ഇനി കെൻഷിനെ വെച്ചിട്ട് ഇറക്കുന്ന ബേസിക് കോംബോകൾ നിങ്ങൾക്കിപ്പോൾ ഓൺലൈൻ തന്നെ നമുക്ക് കാണാം. അതെടുത്ത് ഓക്കെ, എന്നാൽ ഞാൻ കെൻഷിനെ കൂടെ പെട്ടെന്ന് കാണിക്കാം. ഓക്കെ, കെൻഷി ആണെങ്കിൽ ഞാൻ ഫ്രോസ്റ്റിനെയാണ് കോംബോയ്ക്ക് എടുക്കുന്നത്. കെൻഷിയാണെങ്കിൽ കുറേ എണ്ണമുണ്ട്. കെൻഷിക്ക് നല്ല റേഞ്ചുള്ള ക്യാരക്ടറാണ്. അപ്പോൾ ഇത് കണ്ടു ഇവിടെ നിന്നിട്ട് തന്നെ ഓരോ അറ്റാക്കൊക്കെ. അപ്പം കെൻഷിയുടെ ഒരു ബ്രെഡ് ആൻഡ് ബട്ടർ കോംബോ എന്ന് പറഞ്ഞ ഈ ഒരു സംഭവമാണ്. നോക്കണം, ഡാമേജ് നോക്കണം. കണ്ടോ 312 ആ ഒരു ഡാമേജ് കിട്ടുന്ന സംഭവം നമുക്ക് ഈ സാധാരണ സ്റ്റാൻസിൽ കിട്ടും. ഇനി സെൻറ്റോനെ ഇറക്കി കഴിഞ്ഞാൽ സെൻറ്റോ ഉണ്ടെങ്കിലേ നമുക്ക് ഗുണമുള്ളൂ.
അത് പോയി. ഓ, അത് കണക്റ്റ് ആയില്ല, സോറി. ഇവിടെ കാണിക്കാം. കണ്ടോ, 400+. അതായത് സെൻറ്റോനെ ഇറക്കി കഴിഞ്ഞാൽ 400+ കിട്ടും. പിന്നെ ഈ ഒരെണ്ണം ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും. 361 ഉള്ള ഒരെണ്ണം. അതിന് നമ്മൾ രണ്ടുപേരും 2 സൈഡിലാവണം. പിന്നെ ഈ ഒരെണ്ണം, ഇതൊരു ലോ അറ്റാക്കാണ്. കേട്ടോ, അത് 300+. അപ്പോൾ 300+ കോംബോ സെൻറ്റോ ഉണ്ടെങ്കിൽ 300+ കോംബോ ഒരുവിധം ഗ്യാരൻറ്റീഡാണ്. അപ്പോൾ മാക്സിമം സെൻറ്റോനെ ഇറക്കിയിട്ട് കളിക്കാൻ നോക്കും. ഇനി സെൻറ്റോ ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ മറ്റേത് നമ്മുടെ ബ്രെഡ് ആൻഡ് ബട്ടർ കോംബോ ഇത് നോക്കും. അത് കണക്റ്റ് ആയില്ല. കണ്ടോ, കണക്റ്റ് ആവാൻ നല്ല പാടാണ്. നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ കണക്റ്റ് ആവുള്ളൂ. കണ്ടോ, 312 അങ്ങനെ കിട്ടി. ഓക്കെ, പിന്നെ മാക്സിമം നമ്മൾ ഇതിലും സോൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മൂവ് യൂസ് ചെയ്യും. ഓവർ ഹെഡാണ്. പിന്നെ ഇതൊക്കെ നമ്മൾ മാക്സിമം ഒപ്പോണിനെ അടുത്ത് വരാതിരിക്കാൻ വേണ്ടി നോക്കും. പിന്നെ ഇവൻ്റെ ഡൗൺ 3 കുറച്ചുകൂടെ റേഞ്ച് ഉണ്ട്, ലൂക്ക് ആംഗിലും റേഞ്ച് ഉണ്ട്. പിന്നെ നമ്മൾ ചുമ്മാ നിന്നിട്ട് അപ്വേർഡ് ചാടിയിട്ട് അതിൽ നിന്നും കോംബോ ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഇതാണ് മാക്സിമം ഞാൻ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ബാക്ക് ഡാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു മൂവും കൂടെ ഉണ്ട്. അതിൻ്റെ പേര് സ്പിരിറ്റ് സ്ട്രൈക്ക് എന്നാണ് ആ മൂവിൻ്റെ പേര്. ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഇതൊരു നല്ല റേഞ്ച് ഉള്ളൊരു മൂവാണ്. ഓക്കെ, പിന്നെ മാക്സിമം ഞാൻ സെൻറ്റോനെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ആദ്യത്തെ റൗണ്ട് ഞാൻ മിക്കവാറും സെൻറ്റോ ഇല്ലാതെ കളിക്കാൻ നോക്കും. സെക്കൻഡ് റൗണ്ടിൽ സെൻറ്റോനെ ഞാൻ ഇറക്കാനായിട്ട് ശ്രമിക്കത്തുള്ളൂ മാക്സിമം. ഇനി സെൻറ്റോനെ ഇറക്കാനായിട്ടാണെങ്കിൽ ഫ്രോസ്റ്റിനെ ഞാൻ യൂസ് ചെയ്യും. ഫ്രോസ്റ്റിൻ്റെ ഈ ഒരു മൂവ് ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഏതൊരെണ്ണത്തിൽ നിന്നും കണ്ടോ, ഫ്രോസ്റ്റിനെ കൊണ്ട് തറയിൽ കൂടെ വന്നിട്ട് ഇങ്ങനെ ഫ്രീസ് ചെയ്യും. അപ്പോൾ നമുക്ക് സെൻറ്റോനെ ഇറക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ടൈം കിട്ടും. ഓക്കെ, ഇനി സെൻറ്റോനെ ഇറക്കി കഴിഞ്ഞാൽ മേളിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ ലെഫ്റ്റ് സൈഡിൽ ടോപ്പിൽ കാണാം ഒരു ടൈമർ പോകുന്നത്. ആ ടൈമർ തീരുന്നവരെ സെൻറ്റോ അവിടെ നിൽക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ സെൻറ്റോ ഉള്ള ടൈം മാക്സിമം സെൻറ്റോനെ യൂസ് ചെയ്യുക, അതാണ് നമ്മുടെ ലക്ഷ്യം. കണ്ടോ, സെൻറ്റോയുടെ ടൈമർ തീർന്നു കഴിഞ്ഞാൽ നമുക്ക് സെൻറ്റോനെ യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ സെൻറ്റോ സ്റ്റാൻസിലാവും. സെൻറ്റോ സ്റ്റാൻസിൽ നമ്മുടെ ഓപ്ഷൻസ് കുറച്ചുകൂടെ ലിമിറ്റഡാണ്. അപ്പം ഞാൻ കൂടുതൽ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു കോംബോ ആയിരിക്കും ട്രൈ ചെയ്യുന്നത്. ഇതൊരു ലോ അറ്റാക്കിൽ തുടങ്ങും. കണ്ടോ, 292 ആ ഒരു കോംബോയ്ക്കായിരിക്കും മാക്സിമം ശ്രമിക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു മൂവുണ്ട്, പിന്നെ ഈ ഒരു മൂവുണ്ട്. ഓക്കെ, പിന്നെ ഇത് നമ്മൾ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ റേഞ്ച് ഉള്ളൊരു മൂവുണ്ട്, ഡൗൺ 3 ഉണ്ട്. ഓക്കെ, ഇത് നല്ല റേഞ്ച് ഉള്ളൊരു മൂവാണ്. അപ്പോൾ മാക്സിമം ഇതൊരു ലോ അറ്റാക്കും ചെയ്യാനായിട്ട് നോക്കും. എന്നിട്ട് മാക്സിമം നമ്മൾ തിരിച്ച് മറ്റേ മോഡിലോട്ട് പോകാനായിട്ടായിരിക്കും ശ്രമിക്കുന്നത്. പക്ഷേ ഒപ്പോണനെ നമ്മളെ ബ്രേക്ക് ചെയ്യുക എപ്പോൾ വേണമെങ്കിലും. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് ഓൺലൈൻ മാച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ 95 മണിക്കൂറിലത്തെ അധ്വാനത്തിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഓൺലൈൻ ഗെയിം കളിക്കാനായിട്ട് പോവാണ്. ഓക്കെ, ക്യാമ്പയിനിൽ വേഴ്സസ് ഓൺലൈൻ. ഇതിപ്പോൾ ഞാൻ സ്ട്രീം ചെയ്യുന്നത് രാത്രി 12:15 സമയത്താണ്. അപ്പം മിക്കവാറും വല്ല അമേരിക്കയിലുള്ള പ്ലേയേഴ്സിനൊക്കെ ആയിരിക്കും കിട്ടുന്നത്, അറിയത്തില്ല. ചിലപ്പം ഭാഗ്യമുണ്ട് ഇന്ത്യക്കാരെയും കിട്ടും. ഇന്ത്യക്കാരാണ് കളിയിൽ കുറച്ചുകൂടെ ക്യാമന്മാരാണ്, അവർ ഇച്ചിരി ബുദ്ധിയുള്ളമാരാണ്. നമുക്ക് നോക്കാം. ഓക്കെ, റാങ്ക്ഡ് കോമ്പാറ്റ് ലീഗ് ഉണ്ട്, വാരിയർ ഷൈൻ ഉണ്ട്. അപ്പോൾ കോമ്പാറ്റ് ലീഗാണ്. കംപ്ലീറ്റ് ഇൻ റാങ്ക്ഡ് മാച്ചസ് ആൻഡ് ഏൺ സീസണൽ റിവാർഡ്സ്. വ്യൂ ലീഡർ ബോർഡ് നമുക്ക് നോക്കാം. കോമ്പാറ്റ് ലീഗിൻ്റെ ലീഡർ ബോർഡ് ഇത് MT കാണിക്കുന്നത്. അത് ലോഡ് ചെയ്യുന്നേ ഉള്ളൂ, സോറി. ഓക്കെ, ഫസ്റ്റുള്ള പുള്ളി 17 കളി കളിച്ചു, 7 ജയം 10 ലോസ്. ഇതന്നെ ഇങ്ങനെ, ഇത് തെറ്റാണല്ലോ, ഇത് കറക്റ്റല്ല. കാഷ്വലായിട്ട് നമുക്ക് കളിക്കാം, ചുമ്മാ ഒരു ഒപ്പോണനുമായിട്ട് ചുമ്മാ ഒരു പ്രൈവറ്റായിട്ടും കളിക്കാം. ഓൺലൈൻ സെറ്റിങ്സ് നോക്കട്ടെ. ഡിസ്പ്ലേ QoS ടോഗിൾ ഷോയിങ് ഓർ ഹൈഡിങ് ദ കണക്ഷൻ ക്വാളിറ്റി വൈൽ ഇൻ ആൻ ഓൺലൈൻ മാച്ച്. കണക്ഷൻ ക്വാളിറ്റി നമ്മളിപ്പോൾ തൽക്കാലം ഷോ പിങ് ഇൻ മില്ലി സെക്കൻഡ്. പിങ് 200-ന് താഴെ പിങ് ആണെങ്കിൽ നല്ല സ്പീഡ് എന്നാണ് അർത്ഥം. 200-ന് മേലെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിലേ വരും നമ്മുടെ ഇൻപുട്ടിന്. മ്യൂട്ട് മൈക്രോഫോൺ, വോയിസ് ചാറ്റ്. മൈക്രോഫോൺ ഞാനിപ്പോൾ തൽക്കാലം മ്യൂട്ട് ചെയ്യാം. മ്യൂട്ട് യുവർ മൈക്രോഫോൺ ഇൻ വോയിസ് ചാറ്റ്. ഓക്കെ, അത് ഞാൻ ഓൺ ചെയ്തു. മ്യൂട്ട് അതർ പ്ലേയേഴ്സ്, അത് ഞാൻ ഓഫ് ചെയ്തു. അതർ പ്ലേയേഴ്സ് എന്തെങ്കിലും പറയുവാണെങ്കിൽ നമുക്ക് കേൾക്കാം. മിക്കവാറും നല്ല പച്ചത്തറിയായിരിക്കും. ഓക്കെ, നമുക്കൊരു റാങ്ക്ഡ് സെറ്റ് കളിക്കാം. അതാണ് ഞാൻ ഈ പറഞ്ഞ ബെസ്റ്റ് ഓഫ് 3 അല്ലെ ബെസ്റ്റ് ഓഫ് 5. അപ്പോൾ ഇത് നോക്കിയാൽ ഓരോ സീസണുണ്ട്.
ഇപ്പം നമുക്ക് ക്രയോമാൻസർ എന്ന് പറഞ്ഞൊരു സീസണാണ് നടക്കുന്നത്. അത് ഓരോ സീസണും മിക്കവാറും 60 ദിവസം അല്ലെങ്കിൽ 90 ദിവസം അങ്ങനെ ആയിരിക്കും. ഇപ്പോൾ 29 ഡേയ്സും കൂടി ഉണ്ട് ഈ ഒരു സീസൺ തീരാൻ. ഓരോ സീസണിൻ്റെ നമുക്ക് വേണമെങ്കിൽ ടോപ്പ് ആവാം. അങ്ങനെയാണ് നമുക്ക് സീസണൽ റിവാർഡ്സ് ഒക്കെ ഇടുന്നത്. അപ്പോൾ ഞാൻ കോമ്പാറ്റ് ലീഗ് കളിക്കാൻ പോവാണ്. റാങ്ക്ഡ് കോമ്പാറ്റ് ലീഗ്, വാരിയർ ഷ്രൈൻ കമ്മിങ് സൂൺ എന്നാണ് എഴുതിയിരിക്കുന്നത്. കോമ്പാറ്റ് ലീഗ് കംപ്ലീറ്റ് ഇൻ റാങ്ക്ഡ് മാച്ചസ് ആൻഡ് ഏൺ സീസണൽ റിവാർഡ്സ്. വ്യൂ ലീഡർ ബോർഡാണ് നമ്മളിപ്പോൾ നോക്കിയത്. റാങ്ക് റിവാർഡ്സ് എന്താണെന്ന് നോക്കാം. കണ്ടോ, ഓരോ റിവാർഡ്സൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. മിക്കവാറും സ്യൂട്ട്സും സ്കിന്നും ഗിയറും ഒക്കെയാണ്. ഇനി ഞാൻ എൻ്റെ ഒരു പ്രൊഫൈലും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നോക്കണം, ഞാൻ ഇതുവരെ ഓൺലൈൻ മാച്ചസ് ഒന്നും കളിച്ചിട്ടില്ലെന്നുള്ളതാണ്. ഇവിടെ കരിയർ സ്റ്റാറ്റ്സ് നോക്കിയാൽ ഓൾ ടൈമിൽ കണ്ടോ, ഓൺലൈൻ നിങ്ങൾക്ക് കാണാം. റാങ്ക്ഡ് ലീഡർ ബോർഡിൽ എൻ്റെ സ്ഥാനം 16,54,588. കാഷ്വൽ ലീഡർ ബോർഡിൽ 16,48,550. ഞാൻ റാങ്ക്ഡ് സെറ്റ്സ് 1, റാങ്ക്ഡ് സെറ്റ്സ് പ്ലേഡ്, ലോങ്ങസ്റ്റ് റാങ്ക്ഡ് സ്ട്രീക്ക്, കാഷ്വൽ മാച്ചസ് 1, കിങ് ഓഫ് ദ ഹിൽ വിൻസ്, കിങ് ഡി ത്രോൺസ്, ടൈം പ്ലേഡ്, റെസ്പെക്ട് പോയിൻറ്റ്സ് റിസീവ്ഡ്, ഫൈറ്റർ ബ്രൂട്ടാലിറ്റീസ്, ഫെറ്റാലിറ്റീസ് എല്ലാം 0 ഒന്നും നമ്മൾ തുടങ്ങിയിട്ടില്ല. ഓക്കെ, കോമ്പാറ്റ് ലീഗ് ഡേറ്റയേ ഇല്ല. ദർ ഈസ് നോ കോമ്പാറ്റ് ലീഗ് ഡേറ്റ ടു ഡിസ്പ്ലേ ഇറ്റ്. മാക്സിമം യൂസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സിൻ്റെ എല്ലാം 0 അപ്പം ഓക്കെ, നമുക്കപ്പം പുതിയ അക്കൗണ്ട് തുറക്കാൻ പോവാണ്. ഓക്കെ, സോറി, സ്റ്റോറി എല്ലാം വേഴ്സസ് മോഡിൽ ഓൺലൈൻ. കോമ്പാറ്റ് ലീഗ് പോവാണ്. കണ്ടോ, കോമ്പാറ്റ് ലീഗ് ടീം. ഇൻ റാങ്ക്ഡ് ഓൺലൈൻ മോഡ്സ് യു മസ്റ്റ് സെലക്ട് യുവർ ഫൈറ്റർ ആൻഡ് ക്യാമിയോ ബിഫോർ സെർച്ചിങ് ഫോർ എ മാച്ച്. യു ക്യാൻ ചേഞ്ച് യുവർ ടീം അറ്റ് എനി ടീം ഇൻ ദ ഓൺലൈൻ മെനു. ഓക്കെ, കണ്ടിന്യൂ കൊടുക്കുവാണ്. അപ്പോൾ എൻ്റെ ഒരു റാങ്കിങ് കൂടെ XP പോയിൻറ്റ്സ് അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോ എനിക്കറിയില്ല. എൻ്റെ XP പോയിൻറ്റ്സ് 36. ഓക്കെ, ഞാൻ ലൂക്കാങ്ങിനെ സെലക്ട് ചെയ്യുന്നു. ക്യാമിയോ ക്യാരക്ടറായിട്ട്, അതായത് എന്നെ സഹായിക്കാനായിട്ട് കുങ് ലാവിനെ സെലക്ട് ചെയ്യുന്നു. കോമ്പാറ്റ് ലീഗ്. ഡ്യൂറിങ് ആൻ ആക്റ്റീവ് സീസൺ യു വിൽ ഏൺ കോമ്പാറ്റ് പോയിൻറ്റ്സ് ഇൻ കോമ്പാറ്റ് ലീഗ് മാച്ചസ് ടു ക്ലൈംബ് ദ റാങ്ക്സ് ആൻഡ് ഏൺ സീസണൽ റിവാർഡ്സ്. ദ amount of points you earn depends on the rank of your opponent. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒപ്പോണൻറ്റ് ഹയർ റാങ്ക്ഡ് ഒപ്പോണൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ പോയിന്റ് കിട്ടും. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ കണ്ടോ, ലെഫ്റ്റിൽ ടോപ്പിൽ 36 എന്നാണ് എൻ്റെ പേരിന് നേരെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇതിപ്പോൾ സെർച്ച് ചെയ്യുവാണ് ഓൺലൈനിൽ എനിക്ക് പറ്റിയ എതിരാളികളുണ്ടോ എന്ന്. അപ്പം കമ്പ്യൂട്ടർ തന്നെ ഇതിൻ്റെ എന്താ പറയുന്നത്, അൽഗോരിതം തന്നെ നോക്കും. ഞാൻ ഇതുവരെ ഓൺലൈൻ കളിച്ചിട്ടില്ല. അപ്പം കമ്പാരിറ്റീവ്ലി ഈസിയർ ഒപ്പോണൻസിനെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് തുടക്കത്തിൽ. അതോ ഇനി എൻ്റെ XP പോയിൻറ്റ്സ് 36 ഉള്ളതുകൊണ്ട് അത് ഞാൻ ട്യൂട്ടോറിയൽ തീർത്തും, പിന്നെ ഇതിൽ ഇൻവേഷൻസ് എന്ന് പറഞ്ഞൊരു മോഡുണ്ട്, അതൊക്കെ കുറച്ച് കളിച്ചായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെയാണ് എനിക്ക് 36 എന്നുള്ളത്. ഞാൻ പറയില്ല, ഓൾമോസ്റ്റ് ഒരു 95 മണിക്കൂർ നമ്മളിപ്പോൾ കളിച്ചു. കണ്ടോ, കണക്ഷൻ ടൈപ്പ് പിങ് 181 മില്ലി സെക്കൻഡ്. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുക. 200 താഴെയാണെങ്കിൽ വലിയ കുഴപ്പമില്ല, ഒരുവിധ സ്പീഡുണ്ട്. നമ്മളുടേത് ലാൻഡ് കേബിൾ വഴി കണക്ട് ചെയ്തെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പുറത്ത് വൈഫൈ പൊതുവേ പ്രിഫറബിൾ അല്ല ഓൺലൈൻ മാച്ചസിന്. കണ്ടോ, എൻ്റെ നിങ്ങൾക്ക് കാണാം 36, മറ്റേ ആൾ 12 പുള്ളിയുടെ XP പോയിൻ്റ്. പുള്ളിക്ക് 8 ജയവും 6 തോൽവിയും. ഞാൻ റെഡി കൊടുത്തു. നമ്മൾ രണ്ടുപേരും അപ്രൻറ്റീസ് എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് നമ്മൾ ജസ്റ്റ് കളിച്ച് തുടങ്ങുന്നേ ഉള്ളവരായതുകൊണ്ട്, മീൻസ് പ്രത്യേകിച്ച് ഓൺലൈനിൽ. ഓക്കെ, അവൻ്റെ ഫൈറ്റർ ആയതായിരിക്കും. അവനെയും ലൂക്കാങ്. സോൺ ചെയ്യുവാണ്. മാക്സിമം പ്രൊജക്ടൈൽസ് വിട്ടിട്ട് അവനും പ്രൊജക്ടൈൽ വിട്ടു തുടങ്ങി. ഇതിപ്പോൾ തുടക്കമായതുകൊണ്ട് ഇപ്പോൾ അവന് ദേഷ്യം വരുന്നുണ്ടാവും. നമ്മൾ ഫുള്ള് പ്രൊജക്ടൈൽ വിടുന്നുണ്ട്. കണ്ടോ, അവനും ഡൗൺ 3 നിൽക്കുന്നുണ്ട്. നമ്മുടെ ബ്രെഡ് ആൻഡ് ബട്ടർ കോംബോ. ഫസ്റ്റ് റൗണ്ട് ജയിച്ചു. അവൻ ഈ പ്രാവശ്യം പ്രൊജക്ടൈൽ വിട്ടു.
അവൻ്റെ മൈക്ക് ഓണാണ്. അവൻ ബട്ടൺ ഞെക്കുന്നത് എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. മാക്സിമം ഓൺ ചെയ്യുവാണ് ഞാൻ അവനെ. നമ്മുടെ ബ്രെഡ് ആൻഡ് ബട്ടർ കോംബോ. അയ്യോ, ഇത് ഫാറ്റൽ ബ്ലോ ആണ്. ഓ, ബാക്കി അവൻ്റെ കണക്റ്റ് ആയില്ല. അവൻ നമ്മളെ ഗ്രാബ് ചെയ്തു. ഇത് ഞാൻ സോൺ ചെയ്ത് തന്നെ കളി ജയിക്കുമെന്ന് തോന്നുന്നു. അയ്യോ, ഓ, അവൻ സെക്കൻഡ് റൗണ്ട് ജയിച്ചു. അടുത്ത റൗണ്ട് ഞാൻ മിണ്ടായിരുന്നു കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കട്ടെ. ഗൈസ്, നമ്മൾ കളി തോക്കുവാന്ന് തോന്നും. ഓ, കളി തോറ്റു. ഫസ്റ്റ് റൗണ്ട് തോറ്റു. അവൻ നമ്മളെ ഫെറ്റാലിറ്റി ചെയ്യുക. സത്യത്തിൽ പ്ലെയർ വലിയ സ്കിൽഡ് അല്ല എന്ന് എനിക്ക് കളിച്ചപ്പോൾ പിടികിട്ടി. കുറച്ചുകൂടെ നെർവ്സാണ് എനിക്ക്. ഓക്കെ, അടുത്ത ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് ജയിക്കാൻ പറ്റുമോ നോക്കാം. നെക്സ്റ്റ് മാച്ചിലേക്ക് പോവാം. ഓക്കെ, ഞാൻ കെൻഷിയിലോട്ട് സ്വിച്ച് ചെയ്യുന്നതാണ് പറഞ്ഞത്. പക്ഷേ ഇല്ല, എനിക്ക് ലൂക്കാങ്ങിനെ കൊണ്ട് ജയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. നമുക്ക് ഏതായാലും ട്രൈ ചെയ്യാം. ഓ, ബെസ്റ്റ്. അവൻ ഭയങ്കര പ്രഷർ അപ്ലൈ ചെയ്യുന്നു. അത് ഞാൻ സ്റ്റാഗർ ചെയ്തതാ. ഞാൻ ഫാറ്റൽ ബ്ലോ ഇട്ടു. മിക്കവാറും അവൻ എണീക്കുമ്പോൾ അവൻ ഫാറ്റൽ ബ്ലോ ഇട്ട് അവൻ ജയിക്കുമായിരിക്കും തോന്നുന്നു. ഓ, അവൻ ജയിച്ചു ഗൈസ്. ഇത് ബെസ്റ്റ് ഓഫ് 3 ആയിരുന്നോ 5 ആയിരുന്നു എനിക്കറിയത്തില്ല. അയ്യോ, നമ്മുടെ ഫസ്റ്റ് ഓൺലൈൻ കളി തന്നെ നമ്മൾ പൊട്ടിയല്ലോ. ഇത് ബെസ്റ്റ് ഓഫ് 3 ആണോ 5 ആണോ നോക്കാം. ഓ, ഫൈനൽ സെറ്റ് ബെസ്റ്റ് ഓഫ് 3 ആയിരുന്നു. ട്രോഫി ഏൺ ചെയ്തു. ഫ്രണ്ട്ലി റീമാച്ച് കൊടുത്ത് നോക്കാം. അവൻ എടുക്കുമോ? ഇല്ല, അവൻ നെക്സ്റ്റ് ഒപ്പോണിലേക്ക് പോയി. ഓക്കെ ഗൈസ്, സ്ക്വാനിഷ് ഹാസ് ലെഫ്റ്റ് ദ സെഷൻ. ഓക്കെ, ഫൈൻ ന്യൂ ഒപ്പോണൻറ്റ്. യെസ് കൊടുക്കാം. ലൂക്കാങ്ങിനെ കൊണ്ട് ജയിക്കാൻ പറ്റായിരുന്നപ്പോൾ നമ്മൾ കെൻഷിയിലോട്ട് ഒന്ന് സ്വിച്ച് ചെയ്ത് നോക്കായിരുന്നു. സാരമില്ല. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഏതായാലും തോറ്റു തുടങ്ങുന്നത് തന്നെയാണ് രാശി. നോക്കാം. അപ്പോൾ ഇത് ഒരു ട്രോഫി കിട്ടിയത് എന്തായിരുന്നു?
ഈ ഒരു കണക്ഷൻ കിട്ടിയിട്ടുണ്ട്. 103 മില്ലി സെക്കൻഡ്. ഇവനടുത്തുള്ളവൻ ആരായാലും ആണോ? ലെജൻഡ് പർവേസ്, ഇന്ത്യക്കാരനാണെന്ന് തോന്നുന്നു. അവൻ്റെ XP ഞാൻ ശ്രദ്ധിക്കാൻ മറന്നുപോയി. അവൻ മെലീനയാണ് സെലക്ട് ചെയ്തേക്കുന്നത്. മെലീനയെ എനിക്ക് ഒട്ടും പരിചയമില്ല. പുള്ളിക്കഥയുടെ ഭയങ്കര കോംബോ ആണല്ലോ അവൻ തുടങ്ങിയപ്പോൾ തന്നെ. ഇതവൻ ഫ്ലോലെസ് കൊണ്ടുപോകും. നമുക്കൊരു ഇടി പോലും ലാൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, അതിൻ്റെ സെക്കൻഡ് അറ്റാക്ക് ഓവർ ഹെഡാണ്. അത് പെട്ടെന്ന് തീർന്നു. കെൻഷിനെ ഒന്ന് ട്രൈ ചെയ്യാം. മിലീനയുടെ അറ്റാക്ക് എനിക്ക് ഒട്ടും അറിയില്ല. ഫുൾ മിക്സിങ് ആണ്. ഓ, ക്യാമിയനെ മാറ്റാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കെൻഷിനെ മാറ്റാൻ പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് മാച്ചിലോട്ട് പോവാം. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു റൗണ്ട് തോറ്റാൽ നമുക്ക് ക്യാരക്ടറിനെ മാറ്റാൻ പറ്റുമായിരുന്നു. ഇവൻ നല്ല പ്രോ പ്ലെയറാ. പണ്ടൊക്കെ തുടക്കത്തിൽ ഇത്രയും ടഫ് കിട്ടാറില്ലായിരുന്നു. ഇവൻ്റെ പാറ്റേൺസ്, ഞാൻ പണ്ട് മോഡൽ കോമ്പാറ്റിൽ പാറ്റേൺസിൽ നിന്നായിരുന്നു കളിയുടെ ഗതി പിടികിട്ടുന്നത്. ഓക്കെ, അവൻ ഡക്ക് ചെയ്ത് എൻ്റെ ഗ്രാബ്. ഒരു രക്ഷയില്ലായിരുന്നു. അവൻ നമ്മളെ ബ്രൂട്ടൽ പഠിച്ചു കളഞ്ഞു. ദാരുണമായ അന്ത്യമാണല്ലോ. നോ, ഇറ്റ് വാസന്റ്. ഇതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൺലൈൻ കയറി കഴിയുമ്പം നമ്മുടെ സാധാരണ ഇതിലല്ല. ഇവൻ ഇന്ത്യക്കാരനാണെന്ന് തോന്നുന്നു കേട്ടോ, ലെജൻഡ് പർവേസ്. ഇവനെ നമ്മൾ ഇനിയും ഒരു ഓക്കെ നെക്സ്റ്റ് അപ്പണിന് കൊടുക്കാം. പേര് കണ്ടിട്ട് ഇന്ത്യക്കാരനാണ്, പക്ഷെ നമ്മുടെ അത്ര XP പോയിന്റ് പുള്ളിക്കില്ല. എനിക്ക് തോന്നുന്നു പുള്ളി ഇൻവേഷൻസ് ഒന്നും കളിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും XP പോയിന്റ് ഇല്ലാത്ത. നമ്മളിപ്പോൾ 2 കളി കളിച്ചു, 2 കളിയും തോൽവിയാണ്. ആദ്യത്തെ ലൂക്കായി ജയിക്കാവുന്നുണ്ടായിരുന്നു, പക്ഷേ ഈ മിലീന ഒരു രക്ഷയില്ലായിരുന്നു. എനിക്ക് ഒന്നാമത്തെ മിലീനയുടെ
കോമ്പോസ്, മൂവ്സ്, മൂവ് ലിസ്റ്റ് ഒന്നും അറിയത്തില്ല. നമുക്ക് നോക്കാം ഓൺലൈനിൽ മാക്സിമം ഏതാണ് ഒപ്പോണൻസ് കിട്ടുന്നത് അവർക്കനുസരിച്ചിട്ട് നമുക്ക് ആ ഒരു ഒപ്പോണൻസിനെ കുറിച്ച് പഠിക്കേണ്ടി വരും. ഇപ്പോൾ ഗെയിംസ് പ്ലേഡ് 2ഉം മാച്ചസ് ലോസ്റ്റ് 2 ആയിരിക്കും. ഓക്കെ, അടുത്ത പിങ് 103 ആണ്, 200 താഴെയാണ്. അതേണ്ടേ അവൻ തന്നെ, അവൻ വീണ്ടും റെഡിയായി. ഓക്കെ, കാരണം നമ്മുടെ വിൻ ലോസ് 0 ഔട്ട് ഓഫ് 2 ആയി, അവന് 3 ഔട്ട് ഓഫ് 0 അതായത് 3 എണ്ണം കളിച്ചു, 3 എണ്ണം അവൻ ജയിച്ചു. ഓക്കെ, അവനായിട്ട് വീണ്ടും പിടിക്കാം. അവൻ ആദ്യമേ കറങ്ങി ഇങ്ങ് വരും, കണ്ടോ ഞാൻ പറഞ്ഞില്ലേ. ഇങ്ങനെ നമ്മൾ പാറ്റേൺ കണ്ടുപിടിക്കണം ഒപ്പോണൻസിൻ്റെ, അതിനനുസരിച്ചാണ് നമ്മുടെ ജയം തോൽവികളിരിക്കുന്നത്. ഓക്കെ, അവൻ്റെ ആ അറ്റാക്കിൻ്റെ സെക്കൻഡ് ഓവർ ഹെഡാണ്, അത് നോക്കണം. കണ്ടോ, സെക്കൻഡ് ഓവർ ഹെഡ് ഞാൻ ഹൈ ആയിട്ട് ബ്ലോക്ക് ചെയ്തപ്പോൾ അത് കൊണ്ടില്ല. ഓക്കെ, പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ പഠിക്കാനുള്ള നേരമില്ല. നമുക്കൊരു ഇടി പോലും ലാൻഡ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. നമ്മുടെ ബ്രെഡ് ആൻഡ് ബട്ടർ കോംബോ കണക്ട് ചെയ്യട്ടെ. വീണ്ടും ബ്രെഡ് ആൻഡ് ബട്ടർ. അവൻ ഇവിടെ വരും. എന്തൊരു സന്തോഷം. കറങ്ങി വാടാ, കണ്ടോ. അയ്യോ, ഓവർ ഹെഡ് ബ്ലോക്ക് ചെയ്തില്ല. അതാവൻ ബ്ലോക്ക് ചെയ്യും നമ്മുടെ ഫാറ്റൽ ബ്ലോ. ബ്രെഡ് ആൻഡ് ബട്ടർ കോംബോ, ഹിയർ ഐ കം. ഓ ഷേ, അവൻ വീണ്ടും നമ്മളെ ബ്രൂട്ടിലടിച്ച് കളഞ്ഞു. തന്നെ ഉമ്മ വെക്കുവാണോ? ഞാൻ ഇമ്പ്രൂവ് ആയേ. 2 പ്രാവശ്യം ബ്രൂട്ടിൽ കിട്ടിയാലും കണ്ടോ, പാറ്റേൺ നമ്മൾ അറിയുന്നതനുസരിച്ചിട്ട് നമ്മൾ ബെറ്റർ ആവും. ഓക്കെ, നെക്സ്റ്റ് മാച്ച് എടുക്കാം. അവനുമായിട്ട് തന്നെ റൗണ്ട് 2 ആണ്. ഇപ്രാവശ്യം അവന് പിടികിട്ടും, നമ്മൾ കുറച്ച് പാറ്റേൺ പഠിച്ചെന്ന്, അപ്പോൾ അവൻ പാറ്റേൺ മാറ്റാൻ ചാൻസ് ഉണ്ട്. ഉദാഹരണം പറഞ്ഞു, ഇപ്പോൾ അവൻ റൊട്ടേറ്റ്, എന്നിട്ടും ആ മണ്ടൂസ് റൊട്ടേറ്റ് ചെയ്ത് വന്നു. അവൻ നമ്മളെ തൂത്തുവാരി. നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒന്നും ചെയ്യാൻ പറ്റിയില്ല. വീണ്ടും ബ്രൂട്ടൽ. ഇവൻ നല്ല സീസൺഡ് പ്ലെയറാണ്, കാരണം 3 കളി കളിച്ചാൽ 3 എണ്ണത്തിൽ 3 ബ്രൂട്ടൽ ഇവനടിച്ചു. അപ്പം അവൻ ആ ക്യാരക്ടർ നന്നായിട്ട് വശമുണ്ടെന്നർത്ഥം. ഇതാണ് നമ്മൾ ശരിക്കും മാസ്റ്റർ ചെയ്യാതെ ഒരു ക്യാരക്ടറും കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ആയിരിക്കും ഗതി. ഓക്കെ, അവൻ ഫ്രണ്ട്ലി റീമാച്ച് അടിച്ചോ? ഇല്ല, നെക്സ്റ്റ് ഒപ്പോണൻ്റ് അടിച്ചേ. ഇപ്പം നമ്മൾ 3 കളി കളിച്ചു, 3 എണ്ണം പൊട്ടി. അടുത്ത കളിയിലേലും ജയിക്കാൻ പറ്റുമോ നോക്കാം.
സാധാരണ തുടക്കത്തിൽ കുറച്ച് എളുപ്പമുള്ള ഇപ്പം ഫസ്റ്റ് റൗണ്ടിലത്തെ ലൂക്കാങ് അത് നമുക്ക് ജയിക്കാവുന്ന കളിയായിരുന്നു. പക്ഷേ ഈ മിലീനെ എനിക്ക് ഒട്ടും ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. അല്ലെ അത്രയും അവൻ്റെ പാറ്റേൺസും മൂവ്സും പഠിച്ചിരുന്നാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. ആദ്യമേ തന്നെ ഇത്ര ടഫ് ഒപ്പോണൻസ് ആദ്യമായിട്ടാണ്. അതോ ഇനി എല്ലാവരും കളി ഇമ്പ്രൂവ് ആക്കിയതാണോ തുടക്കക്കാർ വരെ, അറിയില്ല. നമുക്ക് നോക്കാം. അടുത്ത ഒപ്പോണൻ്റ് എനിക്ക് തോന്നുന്നു ആൽഗോരിതം ചിലപ്പോൾ ഇപ്പോൾ ചിന്തിക്കുമായിരിക്കും ഈവൻ ഇത്ര വലിയ ഒപ്പോണൻ്റ് കൊടുത്തിട്ട് കാര്യമില്ല, കുറച്ചുകൂടെ എളുപ്പമുള്ള കൊടുക്കാമെന്ന്. അപ്പം നിങ്ങൾ ആ കളി കണ്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ അറിയാം. അതായത് അവൻ ആദ്യമേ ചെയ്തെന്ന് പറഞ്ഞാൽ ഉരുണ്ട് വന്നിട്ടുള്ള ഒരു അറ്റാക്കായിരുന്നു, അതായത് ലോ അറ്റാക്ക്. അത് നമ്മൾ ബ്ലോക്ക് ചെയ്താൽ അവനെ ബ്ലോക്ക് ചെയ്യാം. പിന്നെ നമ്മൾ എണീറ്റ് വരുമ്പോൾ തന്നെ അവൻ ചെയ്തിരുന്നു പറഞ്ഞ ഒരു കോംബോ അറ്റാക്ക് ആയിരുന്നു. അതിൻ്റെ സെക്കൻഡ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഓവർ ഹെഡാണ്. അപ്പോൾ ഞാൻ താന്നിരുന്ന് ബ്ലോക്ക് ചെയ്തത് എല്ലാം അവന് ബ്രേക്ക് ചെയ്യാൻ പറ്റി. പിന്നെ അത് രണ്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ബ്രെഡ് ആൻഡ് ബട്ടർ കോംബോ അവൻ ചെയ്യുന്നുണ്ട്. ഇത് 223 മില്ലി സെക്കൻഡാണ് പിങ്. അത് കമ്പ്യൂട്ടർ തന്നെ കണക്ട് ചെയ്തില്ല, ഐ മീൻ ആൽഗോരിതം തന്നെ കണക്ട് ചെയ്തില്ല, കാരണം അത് ടു മച്ച് ഓഫ് പിങ് എന്നുള്ള രീതിയിൽ. ഓക്കെ, വീണ്ടും സെർച്ചിങ് ഫോർ മാച്ച് കൊടുക്കുന്നു. ഇത് സാധാരണ ചിലപ്പം നമുക്ക് മാച്ച് കിട്ടാൻ വേണ്ടി കുറേ വെയിറ്റ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ പടപടയെന്ന് പറഞ്ഞിട്ട് മാച്ച് ആവും. അപ്പം ഇപ്പോഴാണ് അൽഗോരിതം മനസ്സിലാക്കുന്നത് നമ്മുടെ 3 കളി കൊടുത്തു 3 വീതണ്ടി പാസ്സായില്ല എന്നറിഞ്ഞപ്പം ചിലപ്പോൾ കുറച്ചുകൂടെ എളുപ്പമുള്ള ഒപ്പോണൻസിനെ അൽഗോരിതം നോക്കുന്നതായിരിക്കും. ടൈം പിടിക്കുന്നേ എനിക്കറിയില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, കണക്റ്റിംഗ് മാച്ച് വരുന്നുണ്ട്. എളുപ്പമുള്ളവനാവണേ. പിങ് കുഴപ്പമില്ല, 200-ന് താഴെയാണ്, അക്സെപ്റ്റ് ചെയ്യുന്നു. അവനും ലാനൽ തന്നെയാണെന്നുള്ളതാണ് സിമ്പിൾ കാണിച്ചേക്കുന്നത്. ജേക്കബ് 56 XP, 295. 2 കളി അവൻ ജയിച്ചു, 4 എണ്ണം കളിച്ചതിൽ. ഓക്കെ, പർവേസിലും ഭേദമാണെന്ന് പ്രതീക്ഷിക്കാം. അവന് ലൂക്കാങ്. അവൻ കോംബോ 422 ആണ്. അയ്യോ, അവൻ തീർത്ത് കളഞ്ഞു. കണ്ടോ, അവൻ സ്റ്റാഗർ ചെയ്തിട്ടാണ് നമ്മളെ ഇത് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ബ്രെഡ് ആൻഡ് ബട്ടർ. അയ്യോ, കോംബോ ബ്രേക്ക് ചെയ്യാൻ എൻ്റെ ക്യാമിയോ എവിടെ? അയ്യോ, അവൻ നമ്മളെ വട്ടാക്കുന്നതാണ് ഇങ്ങനെ ചെയ്തിട്ട്. കൊള്ളാം. ജേക്കബ്. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ്. അവൻ ഈ റൗണ്ട് ഫ്ലോലെസ് അടിക്കുവോ? അവൻ ഫ്ലോലെസ് അടിച്ച് പോകുന്ന ലക്ഷണമുണ്ട്.
യെസ്, അവൻ ഫ്ലോലെസ് അടിച്ചു. ബ്രൂട്ടാലിറ്റി സീൻ. 4 കളി കളിച്ചു, 4 കളിയും പൊട്ടി. പക്ഷെ ഇതിലൊന്നും തളരില്ല രാമൻകുട്ടി. ഫ്രണ്ട്ലി റീമാച്ച്. അവൻ ഫ്രണ്ട്ലി റീമാച്ച് എടുക്കുമോ? ഇല്ല, അവൻ നെക്സ്റ്റ് ഒപ്പോണന്റിനെ തേടിപ്പോയി. അയ്യോ, അവൻ്റെ പേര് ജേക്കബ്. ഓക്കെ, പുതിയൊരു ഒപ്പോണന്റിനെ നോക്കാം. കണ്ടോ, ഞാൻ 95 മണിക്കൂർ കളിച്ചിട്ടും പ്രാക്ടീസ് ചെയ്തിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഇത് ഞാൻ ഏറ്റവും ആദ്യത്തെ മോഡൽ കോമ്പാറ്റ് വീഡിയോയിൽ പറഞ്ഞായിരുന്നു. നമ്മൾ ഓഫ്ലൈൻ കളിക്കുന്ന പോലെയല്ല ഓൺലൈൻ ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ എടുത്തിട്ട് അലക്കും. നിങ്ങളിപ്പോൾ കാണുന്നുണ്ടല്ലോ. പക്ഷേ പേടിക്കൊന്നുമില്ല, നമ്മൾ പതുക്കെ പാറ്റേൺസ് മനസ്സിലാക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ഏകദേശം എങ്ങനെയാണ് എൻവയോൺമെൻറ്റ് എന്നുള്ളത് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പം നമ്മുടെ കളി ഇമ്പ്രൂവ് ആവും. ഇതിലൊന്നും നമ്മൾ ഡിസാർട്ടൻഡ് ആവേണ്ടതില്ല. എനിക്ക് തോന്നുന്നു മോഡൽ കോമ്പാറ്റ് 11 കളിച്ച് തുടങ്ങിയപ്പം എനിക്ക് ആദ്യത്തെ ഒരു 40 കളിയോളം തോൽവിയായിരുന്നു. പിന്നെ അവസാനമായപ്പം എന്തോ ഈ പറഞ്ഞ പോലെ 480 ജയവും 520 തോൽവി അങ്ങനെ കണ്ട്. അപ്പം പതുക്കെ നമ്മൾ ഇമ്പ്രൂവ് ആവും. ഒരു ക്യാരക്ടറിനെ വെച്ച് കുറേ കാലം ഗ്രൈൻഡ് ചെയ്യണം. ഇത് കണ്ടില്ലേ, ഇവൻ്റെ XP പോയിൻ്റ് തന്നെ 98. അതായത് ഇവൻ കുറേ നാൾ കളിച്ചു. 73 തോൽവിയും 41 ജയം. അവൻ കണ്ടോ, തേർഡ് സ്റ്റേജ് ഓഫ് വാരിയറാണ്. സോറി, വോറിയർ ഇതാണ് റാങ്കാണ് അവൻ്റെ. അതായത് 1462 പോയിൻ്റ് ഉണ്ട്. അപ്പോഴേ നമുക്ക് പിടികിട്ടും നല്ല ഭീകരനാണെന്നുള്ളത്. എനിക്കൊന്ന് ഈ ഒരു സമയമായുണ്ട്. ഇപ്പം സമയം 12:45 വെളുപ്പിനെ. ബറാക്ക ഭയങ്കര പാടാണ്. അത് നമ്മൾ സ്റ്റാഗർ ചെയ്ത ഹണി B8. ബറാക്കയുടെ ആ മൂവ് അവൻ വീണ്ടും എന്തിനാണ് എടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിൻ്റെ റിക്കവറി നമ്മൾ ഈ റൗണ്ട് ജയിച്ചേ. അയ്യോ, ആ മൂവ് എടുക്കുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് അൺസേഫാണ്. ആ മൂവ് എടുക്കല്ലടാ. അവൻ വീണ്ടും എടുത്തു. നമ്മൾ ജയിച്ചേ. അയ്യോ, പണിപ്പാളി ഗൈസിയേ, ജയിച്ചേ. ഒരു റൗണ്ട് ആദ്യമായിട്ട് ജയിച്ചു. അത് ഇതിനു മുമ്പ് ഒരു റൗണ്ട് ജയിച്ചായിരുന്നു. ഒരു റൗണ്ട് ജയിച്ചായിരുന്നു പണ്ട്. ഫസ്റ്റ് കളിയിൽ. അടുത്ത റൗണ്ട് ജയിച്ചാൽ നമ്മൾ ജയിച്ചു ഗൈസ്. ഇവൻ 56 XP ഉണ്ടെങ്കിലും ഇവന് കളിയുടെ ബേസിക്സ് അറിയില്ലെന്ന് തോന്നുന്നു. ഞാൻ അത് പറയാൻ പാടില്ല, കാരണം I don't like Liu Kang. I want a girl player. I want a girl character. പെണ്ണായിരുന്നു തോന്നുന്നു. She doesn't like Liu Kang. ഓക്കെ, പുള്ളിക്കാരത്തി പോയി. ഹണി പേര്. അപ്പോൾ ആ പെങ്കൊച്ചിൻ്റെ പേര് ഹണി B828. ഓക്കെ, പുള്ളിക്കാരത്തിക്ക് ലൂ കാങ്ങിനെ ഇഷ്ടമില്ലെന്നാണ് പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് ടൈം ഹണിയുമായിട്ട് നമുക്ക് 98 ഉണ്ട് കേട്ടോ പുള്ളിക്കാരത്തിക്ക് XP പോയിൻറ്റ്സ്.
നമ്മുടെ ഫസ്റ്റ് ജയം അപ്പോൾ കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ഹണിക്കെതിരെയായിരുന്നു ഫസ്റ്റ് ജയം. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. ഞാനിപ്പം ചാറ്റ് ഓൺ ആക്കുമായിരുന്നെങ്കിൽ നിങ്ങളോട് ചാറ്റ് ചെയ്യുന്നതിന് പകരം എനിക്ക് പുള്ളിക്കാരോട് ചാറ്റ് ചെയ്യായിരുന്നു. മിസ്ഡ് ഓപ്പർച്യൂണിറ്റി. സാരമില്ല. ബൈ ദ വേ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, അതായത് മോർട്ടൽ കോംബാറ്റ് 11 ഈ പറഞ്ഞ പോലെ ഒരു പുള്ളിക്കാരത്തി വന്നിട്ട് പുള്ളിക്കാരത്തി എൻ്റെ ഒരു ഫാൻ ആയിരുന്നു. പിന്നെ ഭയങ്കര മെസ്സേജ് ആയിരുന്നു, മീൻസ് ഇങ്ങോട്ട്. ഞാൻ പിന്നെ അവസാനം ബ്ലോക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ പ്രാവശ്യം നോക്കാം. ഓക്കെ, വേഴ്സസ് റാങ്ക്ഡ് കണക്റ്റിംഗ് മാച്ച്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം വന്ന ഒപ്പോണൻ്റ് പുള്ളിക്ക് 180 മില്ലി സെക്കൻഡ് വലിയ കുഴപ്പമില്ലാത്ത പിങ്ങാണ്, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഒപ്പോണൻ്റ് വൈഫൈയിലാണ്. ഓക്കെ, 15 കളിയിൽ ഒരു ജയമേ ഉള്ളൂ. അപ്പോൾ ഈ ഒപ്പോണൻ്റ്, നമുക്ക് 4 കളിയിൽ ഒരു ജയം, ഒപ്പോണൻ്റ് 15 കളിയിൽ ഒരു ജയമേ ഉള്ളൂ. അപ്പോൾ ഈ ഒപ്പോണൻ്റ് വലിയ പ്രശ്നം ഉണ്ടായിരിക്കത്തില്ല. കണ്ടോ, ഇപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ഇപ്പോൾ അൽഗോരിതം കുറച്ചുകൂടെ നമുക്ക് പറ്റിയ ആൾക്കാരെ തരാൻ തുടങ്ങി. സീനാണല്ലോ. നമ്മുടെ ബ്രെഡ് ആൻഡ് ബട്ടർ കോംബോ, ഈ കോംബോ കണക്ട് ചെയ്താൽ പകുതി പ്രശ്നങ്ങൾ തീർന്നു. ഇത് സോൺ ചെയ്ത് തന്നെ കളി ജയിക്കാൻ പറ്റും. ആ മട്ടറിനെ ബ്ലോക്ക് ചെയ്തോണ്ടിരിക്കുക, അത് ചിപ്പ് ഡാമേജ് അടിക്കും. ബ്ലോക്ക് ചെയ്താലും ഡാമേജ് പോവും ഗൈസ്. നമ്മൾ ജയിച്ചേ. ഈ റൗണ്ടിൽ ഞാനൊരു ബ്രൂട്ടാലിറ്റി അടിക്കാൻ പറ്റുമോ നോക്കട്ടെ. അയ്യോ, പണി കിട്ടി. അൺസേഫ് അറ്റാക്കാണ് അവൻ ചെയ്യുന്നത്. അയ്യോ, ബ്രൂട്ടാലിറ്റി കിട്ടിയില്ല. ഫിനിഷിന് മൂവ് ലിസ്റ്റ് നോക്കട്ടെ. ക്യാമിയോ പണീഷ്, ഫിനിഷേഴ്സ് ഡൗൺ, ഫോർവേഡ്, ബാക്ക് 4, DFB. അടുത്ത പ്രാവശ്യം ഓർക്കാം. ഫസ്റ്റ് റൗണ്ട് ജയിച്ചു. സെക്കൻഡ് റൗണ്ട് നോക്കാം. അലീബൽ 1108 ഇവൻ്റെ പേര്. അവനാണ് നെക്സ്റ്റ് മാച്ച് ഞെക്കേണ്ടത്, കാരണം അവനാണല്ലോ തോറ്റത്. ഇവനൊരു ചാട്ടക്കാരനാണ്. നമ്മുടെ ബ്രെഡ് ആൻഡ് ബട്ടർ കോംബോ കണക്ട് ചെയ്തേ. ഇത് ബ്രൂട്ടൽ നോക്കാം. ബ്രൂട്ടൽ നോക്കി അവസാനം കളി തോറ്റു പോകും. ഇല്ല, സെക്കൻഡ് റൗണ്ടിലെ ബ്രൂട്ടൽ പറ്റത്തുള്ളൂ. നോക്കാം.
അയ്യോ ബ്രൂട്ടൽ നോക്കിയതാ. ബ്രൂട്ടൽ കിട്ടി. എൽഡർ ഗോഡ്സ് ഫർഗീവ് മീ. നമുക്ക് 2 ജയമായി. നമുക്കൊരു സ്റ്റേജും കൂടെയും കിട്ടിയിട്ടുണ്ട് രാത്രി. ഓക്കെ കണ്ടോ, നമ്മുടെ XP പോയിൻറ്റ്സ് 36 നിന്നുള്ളത് 37 ഇൻക്രീസായി. ഫ്രണ്ട്ലി റീമാച്ച് വേണ്ട, നെക്സ്റ്റ് ഒപ്പോണന്റ് ഞാൻ പോവാം. ഇവൻ നമുക്ക് പറ്റിയൊരു എതിരാളിയല്ല. ചികിളി ഗൈസ്. ട്രോഫി വീണ്ടും കിട്ടി. അതെന്താണ്? പ്ലേ 5 കോമ്പാറ്റ് ലീഗ് സെറ്റ്സ്. ഓക്കെ വ്യൂ ട്രോഫി ഞാൻ പെട്ടെന്ന് നോക്കിയോട്ടെ. ഇതിന് മുമ്പ് കിട്ടിയത് എന്തായിരുന്നു എനിക്കറിയത്തില്ല കേട്ടോ. അയ്യോ ക്യാൻസലിംഗ് മാച്ച് അല്ല. ഇനി നമുക്ക് കെൻഷിനെ വെച്ചിട്ടൊന്ന് നോക്കാം. ഓക്കെ കോമ്പാറ്റ് ലീഗിലോട്ട് കുങ്ലാവോ ഗിയർ, കോമ്പാറ്റ് കാർഡ് ഫോർഗ്രൗണ്ട്, കോമ്പാറ്റ് കാർഡ് ബാക്ക്ഗ്രൗണ്ട്, 250 സീസണൽ ക്രെഡിറ്റ്സ്. ഓക്കെ കൊള്ളാം. ഞാൻ ഒന്നുകൂടെ നമുക്ക് ഈ പ്രാവശ്യം കെൻഷിനെ വെച്ചിട്ടൊന്ന് പോവാം. കെൻഷി എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ കളിക്കാൻ അറിയാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് നോക്കാം. ഓൺലൈനിൽ ചെന്നാൽ കെൻഷിന്നില്ല, ലൂക്കാങ്ങിന്നില്ല. നിങ്ങൾ ഓൾറെഡി കണ്ടല്ലോ. എടുത്തിട്ട് നമ്മളെ അലക്കും. അയ്യോ സെർച്ചിങ് ഫോർ മാച്ചാ. എനിക്ക് ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ. അയ്യോ ഒരു ക്യാരക്ടറിനെ ഒരു സീസണിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ചേഞ്ച് ടീം. ഓക്കെ ചേഞ്ച് ടീമുണ്ട്. ഓക്കെ കെൻഷിൻ ഫ്രോസ്റ്റും. വ്യൂ ലീഡർ ബോർഡ് ഒന്ന് നോക്കാം. ഇതിൽ ഞാനിവിടെ കാണിച്ചതാ അൽഗോരിതം. എവിടെ ഞാനെവിടെ? എൻ്റെ ഇതില്ലല്ലോ. എൻ്റെ റാങ്കാണ് ഏറ്റവും മേളിൽ കാണിച്ചിരിക്കുന്നത്. ഹെഡിങ് പോലെ കാണിച്ചിരിക്കുന്നത് 17,826. 6 മാച്ചസ്, 2 വിൻസ്, 4 ലോസസ്, സ്ട്രീക്ക് 2. 2 കളി നമ്മൾ അടുപ്പിച്ച് ജയിച്ചു. പോയിൻറ്റ്സ് 290. ഓക്കെ നമ്മുടെ ചെയിൻ ടീം മാറ്റിയിട്ടുണ്ട്. റാങ്ക് റിവാർഡ്സ് എന്തൊക്കെയാണ്? ഓക്കെ അത് കോമ്പാറ്റ് ലീഗിലായിട്ട് ഒന്നുകൂടെ പോവാം. എനിക്ക് പറ്റിയ എതിരാളികളെ തരൂ അൽഗോരിതം. നമ്മളിപ്പം 4 ആണോ 5 ആണോ? ഓക്കെ 6 കളി കളിച്ചു. 6-ൽ 2 ജയിച്ചു, 4 നല്ല മെനയ്ക്ക് പൊട്ടി. ഇനി നമുക്ക് കെൻഷീനെ കൂടെ ഇറക്കാം. ബൈ ദ ബൈ നിങ്ങൾക്ക് ഈ ഒരു ഓൺലൈൻ സീരീസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. ഞാൻ കൂടുതൽ ഇങ്ങനത്തെ പോസ്റ്റ് ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ എന്നെ സ്ട്രീം ചെയ്യാതെ ഞാൻ കളിച്ചോളാം. ഓക്കെ 168 മില്ലി സെക്കൻഡ് അക്സെപ്റ്റ് ചെയ്യുന്നു. മറ്റവൻ വൈഫൈ ആണ്. അത് മാച്ച് എൻഡായി. എനിക്ക് തോന്നുന്നു മറ്റവൻ നമ്മുടെ സ്റ്റാറ്റ്സ് നോക്കിയപ്പം അവന് പറ്റിയ പോകുന്ന എതിരാളിയാണെന്ന് അവന് തോന്നിയില്ലെന്ന് തോന്നുന്നു. ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഈ ഒരു സീരീസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ അതിനനുസരിച്ചിട്ട് കൂടുതൽ ഓൺലൈൻ മാച്ചസ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതല്ലാത്ത പക്ഷം ഞാൻ കൂടുതൽ കമൻട്രി ഇല്ലാതെ ജസ്റ്റ് ഓൺലൈൻ മാച്ചസ് എടുത്തേ ഉള്ളൂ. അതാകുമ്പം എനിക്ക് ഇംഗ്ലീഷ് എന്നുള്ള ഫിൽറ്റർ ഇട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പം കുറച്ചുകൂടെ വിദേശത്തു നിന്നൊക്കെയുള്ള വ്യൂസ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ. ആരും കാണാൻ പോകുന്നില്ല എന്നാലും. പിന്നെ കെൻഷീനെ എടുത്തപ്പോൾ ആരും വരാത്തേ. ഓക്കെ അവനും ലാന് 179 മില്ലി സെക്കൻഡ് അക്സെപ്റ്റ് ചെയ്യുന്നു. 18 ഉള്ളൂ, കുഴപ്പമില്ല. 2 കളി 2 ജയം 2 തോൽവി. ഓക്കെ അവനോട് ഏറ്റുപിടിച്ച് നോക്കാം. വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇമ്മാനുവൽ ആണോ? അവൻ സ്കോർപ്പിയോൺ ആണ്. പിന്നെ ബ്ലോക്ക് ചെയ്ത് കളിക്കുന്നു. പിന്നെ ബ്ലോക്ക് ചെയ്യാൻ മാത്രമേ അറിയത്തുള്ളൂ. പണിപ്പാളി ഗൈസ്. അത് ഞാൻ ബ്രേക്ക് ചെയ്തു. ഫ്രോസ്റ്റേ വാടാ.
ഇവൻ ഫുള്ള് ബ്ലോക്കിൻ്റെ ആളാന്ന് തോന്നുന്നു. ബ്ലോക്ക് ചെയ്തിരിക്കട്ടെ, ആർക്കൊണ്ട് ചെയ്താം. ജയിച്ച സെൻറ്റോനെ ഇറക്കാതെ തന്നെ ചെയ്യാൻ കിട്ടി. പക്ഷെ ഇവനൊന്നും ചെയ്യാത്തതാണ് എൻ്റെ ഭാഗ്യം. എന്തായാലും ചെയ്യടാ, ഒന്നും ചെയ്യുന്നില്ലേ? ഗ്രാബ് പിടിച്ചോ. സെൻറ്റോ വന്നാൽ അവൻ ഏകദേശം തീർന്നെന്ന. അയ്യോ, ബ്രൂട്ടർ അടിക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. ഞാനൊരു ബ്രൂട്ടർ അടിക്കാൻ നോക്കാവേ. ബ്രൂട്ടൽ. പക്ഷെ സത്യം പറഞ്ഞാൽ ഇവൻ ഭയങ്കര എളുപ്പമുള്ള കപ്പാണ്. ഇവൻ ചുമ്മാ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ ലാസ്റ്റ് അവൻ ഇറക്കിയ മൂവ്സ് ഞാൻ ബ്രൂട്ടൽ ട്രൈ ചെയ്തതുകൊണ്ട് അവന് കിട്ടിയതാണ്. ഇമ്മാനുവൽ പോരാ. അടുത്ത കളി പെട്ടെന്ന് ഇമ്മാനുവലിനെ തീർക്കാനായിട്ട് ഞാൻ നോക്കട്ടെ. Take one. Action. കണ്ടോ 312 ഉള്ളല്ലോ. ഇമാലിൽ കളിച്ചു തുടങ്ങിയല്ലോ. ഓ സീൻ. That's punishable, bro. What? Are you lying? Take two. Action. Oh, scene. അത് ബ്രേക്ക് ചെയ്യാൻ That's punishable, bro. ഓ ഇല്ലേ. അയ്യോ. ഈ പ്രാവശ്യം ഒരു ബ്രൂട്ട് അടിക്കാൻ ഞാൻ നോക്കാം. ബ്രൂട്ടിൽ കിട്ടിയില്ല. ഫെറ്റാലിറ്റി നോക്കാം. അതും കിട്ടിയില്ല. ഗൈസ്, നമ്മൾ വീണ്ടും ജയിച്ചിരിക്കുന്നു. കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞത്, നമ്മൾ പതുക്കെ ജയിച്ച് കയറും. എല്ലാ ഒപ്പോണൻസും എളുപ്പമായിരിക്കണമെന്നില്ല. സെക്കൻഡ് കിട്ടിയ മിലീന. ആ മിലീനെ എനിക്ക് ഒട്ടും കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുന്നില്ല. ഫ്രണ്ട്ലി റീമാച്ചിന് നമ്മളെ ക്ഷണിക്കുന്നുണ്ട്. ഇമ്മാനുവൽ ഇല്ല. മിലീന ഭയങ്കര ടഫായിരുന്നു. എനിക്കൊരു ഇടി പോലും ലാൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ലായിരുന്നു. പക്ഷേ പിന്നീട് വന്നവരൊന്നും വലിയ കുഴപ്പമില്ല. എനിക്ക് ഈവൻ ഫസ്റ്റ് എയ്ഡ് നമ്മൾ തോറ്റ ലൂക്കാങ് പോലും മാനേജ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. ഇപ്പോൾ നമ്മൾ 3 ജയമായി. 3 ജയവും 4 തോൽവിയും. നമുക്ക് നോക്കാം. അപ്പോൾ കെൻഷിയും കൊണ്ട് നമ്മൾ കളിച്ച ഫസ്റ്റ് എയ്ഡ് നമുക്ക് ജയിക്കാൻ പറ്റി. സത്യം പറഞ്ഞാൽ അതെൻ്റെ മെഡിക്കലും കൂടുതൽ
ഒപ്പോണൻ്റ് ഒരു പോരാഞ്ഞിട്ടായിരുന്നു. ഞാൻ ആലോചിച്ചു നല്ല വല്ല വാക്ക് കിട്ടുമോ എന്നായിരുന്നു. ഓക്കേ, നമുക്ക് നോക്കാം. ഇപ്പോൾ വെളുപ്പിനെ 1 മണിയായി. മിക്കവാറും അമേരിക്കയിലും യൂറോപ്പിലുമുള്ള പ്ലേയേഴ്സ് ആയിരിക്കും ഈ നേരത്തെ എണീറ്റിരിക്കുന്നത്. അല്ലെ എന്നെപ്പോലെ തൊഴിലില്ലാത്ത ഇന്ത്യക്കാർ വല്ലവരും ഉണ്ട്, എല്ലാവരും ഉണ്ടാവും. ഉദാഹരണം പറഞ്ഞാൽ പർവേസ്. ആ മിലീനയുടെ പേര് പർവേസ് എന്നായിരുന്നു. അവനെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. 193 മില്ലി സെക്കൻഡ്. ഇച്ചിരി സ്ലോ ആണ്, എന്നാലും കുഴപ്പമില്ല. എതിരാളി വൈഫൈയിലാണ്. ഒരു ജയേ ഉള്ളൂ, അപ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല. ഹസ് 7785. ഹസൈൻ അവൻ സബ്-സീറോ പ്ലെയർ ആണെന്ന് തോന്നുന്നു, എന്തൊക്കെയോ പറയുന്നുണ്ട്. അല്ല, സ്കോർപ്പിയോൺ ആണല്ലോ. അവൻ ബട്ടൺ ഞെക്കുന്നത് എനിക്ക് കാണാം. എനിക്ക് കാണാമെന്നല്ല, കേൾക്കാം. നമ്മൾ ജയിച്ചേ. അടുത്ത കളി അടുത്ത റൗണ്ട് ഞാൻ ബ്രൂട്ടാലിറ്റി ഇടാൻ നോക്കാം. സീനാണല്ലോ ബ്രോ. That's unsafe, bro. ഓ, പണി കിട്ടിയല്ലോ. പക്ഷേ അവൻ ജയിച്ചു. അത് കൊള്ളായിരുന്നു. ദാറ്റ് വാസ് ബാഡ്. കണ്ടോ, ഇവന് സ്കില്ല് കുറവായിരുന്നു, പക്ഷെ അവൻ സ്ട്രാറ്റജിക്ക് ഇടുമായിരുന്നു. അങ്ങനെ അവൻ 6 റൗണ്ട് ജയിച്ച്. കണ്ടോ, ഇവൻ്റെ ടെലിപ്പോർട്ടൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത അവസരത്തിലാണ്. സെൻറ്റോ വന്നാൽ നിനക്ക് രക്ഷയില്ല മോനെ. ഗുയിസ്, നമ്മൾ വീണ്ടും ജയിച്ചിരിക്കുന്നു. ഈ സ്കോർപ്പിയോൺ പ്ലെയർ സ്കില്ലിൽ എൻ്റെ എത്രയില്ല, പക്ഷേ സ്ട്രാറ്റജി പുള്ളിയുടെ നല്ലതായിരുന്നു എല്ലാ പ്രാവശ്യവും. ഓ, ഇനി ഒരു റൗണ്ട് കൂടെ ഉണ്ടല്ലോ, അത് ഞാൻ മറന്നുപോയി. അപ്പം ഞാൻ വീമ്പ് പറയാൻ മാത്രമായിട്ടില്ല. ഇവൻ താന്ന് ബ്ലോക്ക് ചെയ്യുന്നില്ല, അതാണ് ഇവൻ്റെ പ്രശ്നം. എല്ലാ ലോ അറ്റാക്കും ഇവന് ഡയറക്റ്റ് കിട്ടുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ പാറ്റേൺ നമ്മൾ നോക്കിയാൽ തന്നെ ഏകദേശം ഐഡിയ കിട്ടും. ഇവൻ ലോ ആയിട്ടൊന്നും ബ്ലോക്ക് ചെയ്യുന്നില്ല.
കണ്ടോ, ലോ ആയിട്ടൊന്നും ബ്ലോക്ക് ചെയ്യുന്നില്ല. ലോ ആയിട്ട് ബ്ലോക്ക് ചെയ്യടേ. ബ്രൂട്ടൽ കൊടുക്കാം. ബ്രൂട്ടൽ പിടിച്ചോ. ആ തല ഇങ്ങെടുത്തോ മോളെ. ആ അതാണ്. Kenshi wins. ഓ, അവൻ ഫ്രണ്ട്ലി റീമാച്ചിന് വിളിച്ചേക്കുവാണ്. ശരി, അവൻ്റെ ആഗ്രഹമല്ലേ. പിള്ളേർ ഓരോന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്ത് കൊടുത്തില്ല ഇങ്ങനെയാ. ഓ, ഫ്രണ്ട്ലി റീമാച്ചിൽ ആളെ മാറ്റാവോ? Love this guy. ഓക്കെ, എന്നാൽ ഞാൻ കെൻഷിനെ തന്നെ എടുത്തേക്കാം. I want some frost. അവൻ Leon's future bestie. അവൻ ക്യാമിയോനെ മാറ്റിയിട്ടുണ്ട്. Do not let Sento become a crutch. I could win this fight with or without it. Take one. ഈ സ്റ്റേജ് നമുക്ക് പുതിയത് കിട്ടിയതാ. നമ്മുടെ ബ്രെഡ് ആൻഡ് ബട്ടർ കോംബോ നന്നായിട്ട് ലാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കോർണറിൽ അവനെ ആക്കി, വിച്ച് ഈസ് ഗുഡ് ഫോർ അസ്. ഓ, പണിപ്പാളി ഗൈസ്. അപ്പോൾ ഇത് ഇപ്പോൾ എനിക്ക് വ്യൂ ഇല്ലാത്തതുകൊണ്ട് ഇതൊന്നും ഫിൽട്ടർ ചെയ്യണ്ട. പക്ഷേ വ്യൂ കൂടിയിട്ടുണ്ടെങ്കിൽ ലോ ആയിട്ട് എന്നാലും അവൻ ബ്ലോക്ക് ചെയ്യുന്നില്ല മണ്ടൂസ്. ഈ ഫെറ്റാലിറ്റി ഒക്കെ ഫിൽട്ടർ ചെയ്തിട്ടേ യൂട്യൂബിൽ കാണിക്കാൻ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ ഡീമോണിറ്റൈസ്ഡ് ആവും വീഡിയോ. ഓ, പണിപ്പാളി ഗൈസ്. യാ, ഓടേ ഓടെ ഓടോ. ഒരു റീമാച്ച് കൊടുത്തു. ഇനി ഞാൻ അടുത്ത ഒപ്പോണിലേക്ക് പോകുന്നു. അവൻ വീണ്ടും റീമാച്ച് അടിച്ചാ. ശരി, എന്നാൽ ലാസ്റ്റ് ഒരു റീമാച്ചും കൂടെ നടത്തിയിട്ട് ഞാൻ ഇന്നത്തെ സ്ട്രീമിംഗ് നിർത്താൻ പോവാണ് ഗോയ്സ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതനുസരിച്ച് പുതിയ ഓൺലൈൻ വീഡിയോകൾ ഞാൻ ഇടുന്നതായിരിക്കും ഗോയ്സ്. ഇവൻ ലോ ആയിട്ട് ബ്ലോക്ക് ചെയ്യുന്നില്ല, അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം നന്നായിട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ഫാറ്റൽ ബ്ലോ എടുക്കുന്നുണ്ട് കറക്റ്റ് ടൈമിൽ. Take two. Action.
ബ്രൂട്ടാൽ. യെസ്, പറ്റുന്ന പോലെ കളി നടത്തി പോയായിരുന്നെങ്കിൽ അവന് ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നല്ലോ. ഇനി റീമാച്ചിനുള്ള ടൈം ഇല്ല ചേട്ടാ. ഹസൻ അതാണ് അവൻ്റെ പേര്. ഓക്കെ, നമ്മൾ സെഷൻ ക്വിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതനുസരിച്ച് നമ്മളടുത്ത വീഡിയോ ഇതേപടി ഓൺലൈൻ മാച്ചസിന് ഞാൻ ഇടുന്നതായിരിക്കും. അല്ലെങ്കിൽ ഞാൻ ഓൺലൈൻ മാച്ച് ഞാൻ വീഡിയോ എടുത്തില്ലായിരിക്കും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ ഓൺലൈൻ മാച്ചസ് കൂടുതൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ.